aromamari.com-ല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamari.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തു തന്നെ തിരുനാമത്തിലും വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോസ്മോൻ CK, പൂനായിൽ കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസൻ തന്റെ ജീവിതാനുഭവങ്ങൾ അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. തന്റെ ജീവിതത്തിൽ താൻ കടന്നുപോയതായ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും കർത്തൃ ശുശ്രൂഷയില് താൻ അനുഭവിച്ചിട്ടുള്ള തൻ്റെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. വിശിഷ്യാൽ തൻ്റെ മകൻ ജെയ്സൺ കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് അരോമ TV പ്രേക്ഷകരോടൊപ്പം ഒരു വിടുതലിന്റെ അത്ഭുത സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നു. ആയതിനോടുള്ള ബന്ധത്തിലുള്ള ചില കാര്യങ്ങളും ദൈവദാസൻ ഇന്ന് നമ്മോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവനാം അതിലൂടെ മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അവസരമുണ്ട്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോസ്മോൻ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. പ്രൈസ് ലോർഡ്. ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രത്യേക അരോമ TVക്കും പാസ്റ്റർ ദാനിയേൽ ജോൺ അവറുകൾക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം വീണ്ടും അരോമ TVയിൽ കൂടെ അനേക ജീവിതങ്ങളുടെ സാക്ഷ്യങ്ങളെ പ്രസ്താവിപ്പാൻ ദാസനെയും മറ്റുള്ളവരെ എല്ലാവരെയും ഉപയോഗപ്പെടുത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് പാസ്റ്റർ ജോസ്മോൻ CK. പൂനെയിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 20 വർഷമായിട്ട് പൂനെ പട്ടണത്തിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വർഷം ഭണ്ഡാര എന്ന് പറയുന്ന സ്ഥലത്ത് പോകാൻ ഇടയായി തീർന്നു. ഒരു വർഷത്തിന് ശേഷം വീണ്ടും തിരിച്ചിവിടെ വന്നിട്ട് ഇവിടെ തന്നെ പല സഭകളിലായിട്ട് ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇന്ത്യ സെൻട്രൽ വെസ്റ്റ് റീജിയന്റെ അണ്ടറിൽ സുവിശേഷ വേല ചെയ്ത് വരുന്നു. എനിക്ക് ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു, ബ്ലസ്സി. ഒരു കുടുംബമായിട്ട് പൂനെയിൽ തന്നെയാണ് മരുമകനും താമസിക്കുന്നത്. ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ കുഞ്ഞിനെ നോക്കാൻ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെയാണ് താമസം. മകൾക്ക് ഇപ്പോൾ 3.5 വയസ്സുണ്ട്. അതുപോലെ തന്നെ മകന് ജെയ്സനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ജെയ്സന് കഴിഞ്ഞ നവംബറിൽ വിവാഹം നടന്നു. അതിനുശേഷം ഇപ്പോൾ ബാംഗ്ലൂരിൽ കുടുംബമായിട്ട് ആയിരിക്കുന്നു. ജെയ്സന്റെ വിഷയങ്ങളെ പറ്റി ഞാൻ പിന്നീട് ഹല്ലേലൂയ സാക്ഷ്യങ്ങളിൽ കൂടി പ്രസ്താവിക്കാം. അപ്പൊ അങ്ങനെയാണ് എൻ്റെ ഇപ്പോഴുള്ള കുടുംബത്തിന്റെ അവസ്ഥകൾ. മാതാപിതാക്കള് നാട്ടിലുണ്ട്. അവരെല്ലാം സന്തോഷത്തോടും സൗഖ്യത്തോടും ഇരിക്കുന്ന. എനിക്ക് 4 സഹോദരന്മാരാണ് ഉള്ളത്, ഒരു സഹോദരിയാണ് അകത്ത്. അപ്പൊ ഞങ്ങൾ മൊത്തം 4 സഹോദരന്മാരും ഒരു സഹോദരിയുമാണുള്ളത്. എൻ്റെ ചെറുപ്പകാലം വളരെ പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടിയാണ് കടന്നു പോകാണ്ടിരിക്കണം ഇടയായി തീർന്നത്. ഏകദേശം 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ വളരെ ബുദ്ധിമുട്ടിൽ കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാണ്ടിരിക്കണം ഇടയായി തീർന്നു.
അതിനെ ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി സമയമെടുക്കും. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച സാഹചര്യങ്ങളിൽ കൂടിയാണ് കടന്നുപോയത്. എങ്കിലും 7ാം ക്ലാസ് വരെ പൂർത്തീകരിക്കുവാൻ തക്കണം ആ സ്കൂളിൽ ഇടയായിത്തീർന്നു. അതിനുശേഷം അവിടെ നിന്നും ഹൈസ്കൂളിലേക്ക് മാറേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ LP UP സ്കൂള് 1 മുതൽ 7 വരെ ഉള്ളൂ. അവിടെ നിന്നും TC വാങ്ങിക്കാൻ പോലും എൻ്റെ പിതാവ് കടന്ന് വരത്തക്ക രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നില്ല. അപ്പോൾ എൻ്റെ മാതാവ് അടുത്തുള്ള ഒരു ടീച്ചറുണ്ട്, ഒരു റഹീം സാർ എന്ന് പറയുന്നത്, മുസ്ലിമാണ്. അദ്ദേഹം എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം കണ്ടിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്നും ഒരു 10 കിലോമീറ്റർ ദൂരെ ഒരു സ്കൂളിൽ എന്നെ കൊണ്ട് ചേർക്കുവാൻ ഇടയായിത്തീർന്നു. ആ റഹീം സാർ തന്നെയാണ് എൻ്റെ TC വാങ്ങിക്കാനായിട്ട് പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് കടന്നു വരുവാൻ ഇടയായിത്തീർന്നത്. അങ്ങനെ താൻ ഏത് സ്കൂളിലാണോ പഠിപ്പിക്കുന്നത് ആ സ്കൂളിൽ എന്നെ ചേർക്കുവാനും അതോടൊപ്പം തന്നെ തൻ്റെ ഒരു ഫ്രണ്ട് ആ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അവർ ഭാര്യയും ഭർത്താവ് ആ സ്കൂളിൽ തന്നെയാണ്. അവരുടെ വീട്ടിൽ എനിക്ക് അഭയം തരികയും അവിടെ 8, 9 പകുതി വരെ അവിടെ പഠിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ അവിടെയുള്ള അവരുടെ വീട്ടിന്റെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ ആ 2-2.5 വർഷം ആഹാരം ക്ലിയർ ആയിട്ട് കഴിക്കുവാനും അങ്ങനെ നല്ല നല്ല ആൾക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുവാനും നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടുവാനും അവിടെയുള്ള ടീച്ചേഴ്സ് എല്ലാം എന്നെ വളരെ സ്നേഹിക്കുവാനും ഒക്കെ ഇടയായിത്തീർന്നു. 9ാം ക്ലാസ് പകുതി ആയപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ തിരിച്ച് എൻ്റെ സ്ഥലത്ത് കടന്നു വന്നു. 10ാം ക്ലാസ് അവിടെ പഠിച്ച് അവിടെ പൂർത്തീകരിക്കാൻ 1982 അവിടെ 10ാം ക്ലാസ് പൂർത്തീകരിക്കാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ജീവിതം വളരെ ബുദ്ധിമുട്ടിൽ കൂടിയാണ് ആ 2.5 വർഷത്തിന് മുമ്പും അതിനുശേഷവുമുള്ള സമയം. കാരണം എൻ്റെ മാതാവിന് വളരെ വിഷമമായിരുന്നു ഞാൻ അങ്ങനെ ദൂരെ മാറി നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 9ാം ക്ലാസ് പകുതി ആയപ്പോഴത്തേക്ക് തിരിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് 9ാം ക്ലാസ് പൂർത്തീകരിച്ചു, 10ാം ക്ലാസ് പൂർത്തീകരിച്ചു. അങ്ങനെ നിൽക്കവേ എൻ്റെ ഒരു അങ്കിളുണ്ട് പൂനായിൽ. ഞാൻ അദ്ദേഹത്തോട് പറയുവാണെങ്കിൽ ഇടയായിത്തീർന്നു എനിക്കിവിടെ നിൽക്കാൻ ഒക്കത്തില്ല, കാരണം സാഹചര്യം മോശമാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ കൂടത്തതേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. താനും പറഞ്ഞു ഇവിടെ ഇപ്പം വന്നു കഴിഞ്ഞാൽ പെർമനന്റ് ജോലിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ വല്ല കോൺട്രാക്ട് ബേസിൽ എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടും. അപ്പൊ അത് തൽക്കാലം ജോലിയും പഠിക്കാം, പിന്നീട് പതുക്കെ പതുക്കെ എന്തെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ ഞാൻ 1982 പൂനാ പട്ടണത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ കടന്നു വന്ന് എൻ്റെ അമ്മാച്ചൻ്റെ കൂടെ കുറെ നാൾ താമസിച്ചു. ഏകദേശം ഒരു 2-3 വർഷം കൺസ്ട്രക്ഷൻ ലൈനിൽ ജോലി ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഇവിടെ ടാറ്റയുടെ ഒരു കമ്പനിയുണ്ട്, അവിടെയും കൺസ്ട്രക്ഷൻ ലൈനിൽ തന്നെ ജോലി ചെയ്ത്. കൺസ്ട്രക്ഷൻ മീൻസ് അവിടെ ഈ കൺസ്ട്രക്ഷൻ വർക്കുകാരും ഉണ്ട്, പിന്നെ ഫാബ്രിക്കേഷൻ വർക്കുകാരുണ്ട്. അപ്പൊ അതിൽ ഫാബ്രിക്കേഷൻകാരുടെ കൂടെയാണ് ഞാൻ കൂടുതലും പണിക്ക് പോയിക്കൊണ്ടിരുന്നത്. ആദ്യം ഹെൽപ്പറായിട്ട് ജോലി ചെയ്തു 10 രൂപ പേയ്മെന്റിൽ. അങ്ങനെ അവിടെ നിന്നും ഒരു 18 രൂപ പേയ്മെന്റ് ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ചൊക്കെ വർക്കൊക്കെ പഠിച്ചു, വെൽഡിങ് പഠിച്ചു, ഗ്യാസ് കട്ടിങ് പഠിച്ചു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കുവാനൊക്കെ ഇടയായിത്തീർന്നു. അങ്ങനെ ആ സമയങ്ങളിൽ ജോലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം സൈറ്റിലുള്ള വർക്കുകളൊക്കെ ആയിരുന്നു. വെയിലത്താണ് വർക്ക് കൂടുതലും ഉള്ളത്. എന്നാലും നാട്ടിലെ കണ്ടീഷൻ, നാട്ടിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിച്ചില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകും, തിരിച്ചു വരും. അങ്ങനെ പോയി വന്നുകൊണ്ട് അങ്ങനെ ഇരിക്കുവാനൊക്കെ ഇടയായിത്തീർന്നു. ഇതിനിടയ്ക്ക് എൻ്റെ ചുറ്റുപാടുകളിൽ, നാട്ടിലെ എൻ്റെ ചുറ്റുപാടുകളിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്. അപ്പൊ എൻ്റെ പഠിത്ത സമയങ്ങളിലെല്ലാം ഞാൻ കൂടുതലായിട്ട് ഇവരുടെ എല്ലാം പ്രോഗ്രാമുകളിൽ പോകുമായിരുന്നു. കാരണം ഒന്ന്, ക്രിസ്തുവിനെ പറ്റി ആഴമായിട്ടുള്ള അറിവ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഗൗരവം എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അറിയായ്മയുടെ ആ കാലമായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ അമ്പലത്തില് പിന്നെ കൂട്ടുകാരുടെ കൂടെ പോകും, പള്ളിയിൽ പോകും, മർത്തോമ പള്ളിയിലും യാക്കോബ പള്ളിയിലും പിന്നെ കത്തോലിക്ക പള്ളിയിലും ഇവരെല്ലാം പോകും. കാരണം കൂട്ടുകാർ വിളിക്കുന്നിടത്ത് അവരുടെ കൂടെ. അതുപോലെ തന്നെ മുസ്ലിം പള്ളി വരെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ അവിടെ ജീവിച്ചത്. കാരണം ആ ചുറ്റുപാടുകളെല്ലാം ഞങ്ങൾ ഈ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞതായിരുന്നു. അപ്പൊ അവരൊക്കെ ആയിട്ട് ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു. അവർ എന്നെ വളരെ സ്നേഹിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. കാരണം വീട്ടിലെ പരിസ്ഥിതിയൊക്കെ മോശമായതുകൊണ്ട് അപ്പൊ അവർക്ക് എന്നോടൊരു പ്രത്യേക സഹതാപം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്നെ വളരെ സ്നേഹിക്കുവാനായിട്ട്, അപ്പൊ ഞാനും അതുപോലെ തന്നെ അവരെയും സ്നേഹിക്കുവാൻ കൂടെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവരോട് ഇങ്ങനെ മിങ്കിളായിട്ട് ആ വിദ്യാഭ്യാസ സമയങ്ങളിലെല്ലാം ചെലവഴിപ്പാണ്ടതിനൂടെയായിത്തീർന്നു. അങ്ങനെയാണ് ഇവിടെ പൂനെയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം അങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം ടോട്ടലി മാറുവാണ്ടതിനുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് നാട്ടിൽ ചെല്ലുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൂട്ടുകാരുടെ അടുത്ത് പോയി വരികയൊക്കെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അതൊരു പ്രത്യേക എൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം നാട്ടിൽ നിന്ന് പൂനാ പട്ടണത്തിൽ കടന്നു വന്നത്.
അതിനുശേഷം എൻ്റെ അമ്മാച്ചൻ പക്ക പെന്തക്കോസ്തുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിനോട് കൂടെയാണ് പിന്നെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചർച്ചിൽ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചർച്ചുമായിട്ട് വീണ്ടും കൂടുതലായിട്ട് ആഴമായിട്ടുള്ള ബന്ധം തുടരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ഇവിടെ ഒരു TPM ചർച്ചിൽ പുന പട്ടണത്തിൽ വന്നിട്ട് TPM ചർച്ചിൽ പോകുവാൻ ഇടയായി തീർന്നു. അപ്പൊ ആ ചർച്ചുമായിട്ട് വളരെ സന്തോഷത്തോട് സമാധാനത്തോട് എന്റെ ജീവിതത്തിനൊക്കെ ഒത്തിരി വ്യത്യാസം വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം ഇടയ്ക്ക് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ട് എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. അപ്പൊ അന്ന് ഞാൻ വളരെ പ്രയാസപ്പെട്ടു, ഞാൻ ഒത്തിരി കരയുകയൊക്കെ ചെയ്തു. അങ്ങനെ അന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തോട് ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രശ്നങ്ങൾക്ക് എൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം തരണം എന്ന് അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. ജീവിക്കുന്ന ദൈവം എന്നോട് ഇടപെടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുവാൻ ഇടയായി തീർന്നു. അപ്പോൾ അന്ന് രാത്രിയിൽ തന്നെ എൻ്റെ ആഗ്രഹം പോലെ, നമ്മള് വചനത്തിൽ പറയുന്ന പോലെ, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആക്ച്വലി എൻ്റെ ആഗ്രഹം പോലെ തന്നെ അന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം എന്നോട് സംസാരിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ടും ആ ദൈവത്തിൽ യഥാർത്ഥമായിട്ട് ജീവിക്കുന്ന ദൈവം യേശു ആണെന്നുള്ള ആ ബോധ്യം അന്ന് രാത്രിയിൽ എനിക്ക് ക്ലിയർ ആയിട്ട് കാണുവാനും ആ ദൈവത്തിന്റെ ആ സ്നേഹവും ആ ദൈവത്തിന്റെ ആഴമേറിയ പരിപാലനവും അതെല്ലാം അന്ന് രാത്രിയിൽ തന്നെ എനിക്ക് മനസ്സിലാകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അന്ന് രാത്രിയിൽ തന്നെ തീരുമാനമെടുത്തു, ഇനി ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി മാത്രമായിരിക്കും ഞാൻ മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. അങ്ങനെ TPM ചർച്ചിൽ വീണ്ടും അന്ന് വരെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇച്ചിരൂടെ കൂടുതലായിട്ട് ആത്മീകമായിട്ട് ഉള്ള ഒരു പരിവർത്തനം എൻ്റെ ജീവിതത്തിൽ വന്നു. അങ്ങനെ അവിടെ വീണ്ടും മുന്നോട്ട് പോകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 1989 ഞാൻ വീണ്ടും നാളുകൾക്ക് ശേഷം നാട്ടിൽ പോയി. അസംബ്ലീസ് ഓഫ് ഗോഡ് വള്ളികുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് ആ ചർച്ചിൽ ഞാൻ എൻ്റെ അമ്മാച്ചന്റെ കൂടെ അവിടെ പോവുകയും വരികയൊക്കെ ചെയ്യുവാൻ ഇടയായി തീർന്നു. അങ്ങനെ വീണ്ടും ദൈവിക കാര്യങ്ങളിൽ ഇടപെടുവാനും അങ്ങനെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും അന്ന് മുതൽ പിന്നീട് ഈ അമ്പലങ്ങളോടും അല്ലെങ്കിൽ പള്ളികളോടും അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടുകാരോടും ഉള്ള ഒരു റിലേഷൻഷിപ്പിന് കുറച്ച് വ്യത്യാസം വരുത്തുവാൻ എൻ്റെ ആ ജീവിത പാതകളിൽ കൂടി എനിക്ക് മനസ്സിലാകുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴൊക്കെ കൂട്ടുകാരുടെ അടുത്ത് പോകും. പക്ഷേ നേരത്തെ അവരുമായിട്ട് എത്രമാത്രം റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ അതിനേക്കാളൊക്കെ റിലേഷൻഷിപ്പ് ഒത്തിരി കുറഞ്ഞ് അതൊരു 20% തീരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ വീണ്ടും ഞാൻ അവിടെ നിൽക്കുമ്പോൾ അവിടെ ആ ചർച്ചകളിൽ പോകാനും വരുവാനും അവിടെ ഉള്ളവരുടെ എല്ലാ സ്നേഹമൊക്കെ അവരുമായിട്ട് അനുഭവിച്ചറിയാനും എൻ്റെ അമ്മാച്ചന്റെ കുടുംബത്തോട് ചേർന്ന് ഒത്തിരി നാൾ അങ്ങനെ അവരുടെ കൂടെ താമസിക്കാനും അവരുടെ രാവിലെ പ്രയറും വൈകിട്ട് പ്രയറും അങ്ങനെ അന്നൊക്കെ ദൂരങ്ങളൊക്കെ പിന്നെ കോട്ടേജ് മീറ്റിങ്ങുകളൊക്കെ വെക്കും. അപ്പൊ അവിടങ്ങളിലെല്ലാം നടന്നു പോകുവാനും വയലിന്റെ സെന്ററിൽ കൂടെയൊക്കെ ഈ ചൂട്ടുമൊക്കെ കൊളുത്തിക്കൊണ്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു അനുഭവം വളരെ എൻ്റെ ജീവിതത്തിന് എന്നെ ടച്ച് ചെയ്യുവാൻ ഇടയായി തീർന്നു. അപ്പൊ അങ്ങനെ അന്ന് മുതൽ ആ സമയങ്ങൾ മുതൽ ഞാൻ യേശുവിനെ കൂടുതലായിട്ട് അടുത്തറിയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കവെയാണ് എനിക്കൊരു വിവാഹാലോചന വരുവാൻ ഇടയായി തീർന്നു. ഞാന് അതിനുവേണ്ടി എൻ്റെ റിലേറ്റീവിനെ ഒരാള് എൻ്റെ കൂടെ വിളിച്ചിട്ട് ഞാൻ അവരുടെ ഭവനത്തിൽ പോകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അവിടെ ചെന്ന് ഇപ്പോഴുള്ള എൻ്റെ വൈഫിനെ കാണുവാൻ ഇടയായി തീർന്നു. അപ്പോൾ അത് കൂടുതലായിട്ട് ആ റിലേഷൻഷിപ്പ് വരാനുള്ള മെയിൻ കാരണം എൻ്റെ ഇപ്പോഴത്തെ വൈഫിന്റെ ആങ്ങള എൻ്റെ കൂടെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ താൻ മുഖാന്തരമാണ് ആ വിവാഹാലോചന എനിക്ക് വരുവാൻ ഇടയായി തീർന്നത്. അപ്പൊ അദ്ദേഹവും എൻ്റെ കൂടെ TPM ചർച്ചിലാണ് വന്നുകൊണ്ടിരുന്നത് ഇവിടെ. കാരണം നാട്ടിൽ താൻ പിന്നെ IPS ചർച്ചിൽ പോകുന്ന ആളാണ്. തന്റെ പിതാവ് ഒരു പാസ്റ്ററായിരുന്നു. ഗപ്പി യോഹന്നാന്റെ കൂടെ ഒത്തിരി നാൾ വർക്കൊക്കെ ചെയ്ത പിന്നെ പാസ്റ്ററായിരുന്നു അദ്ദേഹവും. അപ്പോൾ എന്നോട് ഈ ആങ്ങളയ്ക്ക് വളരെ സ്നേഹം തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ ഈ പെണ്ണുകാണൽ ചടങ്ങിന് വേണ്ടി പോകുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ നാട്ടിൽ പോയിട്ട് പെണ്ണൊക്കെ കണ്ട് 1989 ഡിസംബർ മാസത്തിലാണ് ഞങ്ങൾ ആദ്യ ആഴ്ചയിൽ പെണ്ണ് കാണാൻ പോകുന്നു. അങ്ങനെ പോയി കണ്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു, തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങള് വീണ്ടും തന്റെ പിതാവും ഒക്കെ ആയിട്ട് കുറെ എൻ്റെ അമ്മായിപ്പനുമൊക്കെ ആയിട്ടൊക്കെ സംസാരിച്ചു, ആങ്ങളെയായിട്ട് സംസാരിച്ചു. അപ്പൊ അത് കല്യാണം പെട്ടെന്ന് നടത്താന്നുള്ള, ആക്ച്വലി അന്നേരം പെട്ടെന്ന് നടത്തണം എന്നുള്ള പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ പിന്നെ ഞങ്ങൾ വിചാരിച്ചു നീട്ടിക്കൊണ്ട് പോയാലും എന്നായാലും കല്യാണം നടത്തണമല്ലോ. അപ്പോഴത്തേക്ക് എനിക്ക് 24 വയസ്സൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ താനുമായിട്ടുള്ള വിവാഹം അത് ഫിക്സ് ആക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 1989 ഡിസംബർ 7-ാം തീയതി വിവാഹ നിശ്ചയം നടക്കുന്നു. 14-ാം തീയതി വിവാഹം നടക്കുന്നു. അങ്ങനെ 1989 ഡിസംബർ 14-ാം തീയതി വിവാഹം കഴിഞ്ഞ് അനന്തരം ഞങ്ങള് വീട്ടിൽ വന്നു 1-2 ദിവസം നിന്നു. അതിനുശേഷം വീണ്ടും തിരിച്ച്
പൂന പട്ടണത്തിലേക്ക് കടന്നു വരുവാണ്ടൊക്കെയാണ് ഇവിടെ അയച്ചിരുന്നത്. പൂന പട്ടണത്തിൽ വന്നപ്പോഴും ഞങ്ങൾ വീണ്ടും TPM-ലാണ് പോകുന്നത്. കാരണം ഇവിടെ അടുത്തെങ്ങും മറ്റ് സഭകളൊന്നും ഞങ്ങൾക്ക് പരിചയമില്ലായിരുന്നു. ശേഷം ഞങ്ങൾക്ക് 1991 ഞങ്ങളുടെ ഞങ്ങൾക്ക് ഒരു മകളെ കിട്ടുവാൻ ഇവിടെയായി. അതിനുശേഷം അവിടെ ഒരു 6 മാസം, എൻ്റെ മകൾക്ക് 6 മാസം ഉള്ളപ്പോൾ ഞങ്ങൾ വീണ്ടും TPM-ൽ നിന്നും വേർപെട്ട് ഇവിടെ ഒരു ഇൻഡിപെൻഡന്റ് IPC സഭ ഒരു പാസ് നടത്തുന്നുണ്ടായിരുന്നു. അവരുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അവിടെ പോകുവാണ്ടിരിക്കണം ഞങ്ങൾക്ക് സാഹചര്യങ്ങളെ ഉണ്ടാക്കി. അതിനുശേഷം അവിടെ IPC സഭയിലും കുറെ നാളുകൾ പോയി. അതിനുശേഷം പിന്നീട് ഞങ്ങൾ ചർച്ച ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് 1991 ലാസ്റ്റ് മുതൽ ചർച്ച ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഞങ്ങളുടെ ആ സഭയായിട്ട് ബന്ധപ്പെട്ട് പിന്നെ മുന്നോട്ട് യാത്ര ചെയ്യുവാണ്ടിരിക്കണം ഇവിടെയായി. അങ്ങനെ മുന്നോട്ട് പോകുന്ന കൂട്ടത്തിൽ എൻ്റെ വർക്കുകളൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആ സാഹചര്യം മാറിയിട്ട് ഞാൻ പിന്നെ സ്വന്തമായിട്ട്, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അദ്ദേഹമായിട്ട് സ്വന്തമായിട്ടൊരു വർക്കൊക്കെ എടുത്ത് ചെയ്യുവാണ്ടൊക്കെ വേണം ഞങ്ങൾ അതിനുള്ള ഒരു സ്റ്റാർട്ടിങ് ഒക്കെ ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ആ കൂട്ടുകാരൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. തന്നെ വെള്ളമൊക്കെ അടിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ ക്രമത്തിൽ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ പിന്നെ വീണ്ടും ഞാൻ സ്വന്തമായിട്ട് വർക്കൊക്കെ എടുത്ത് ചെയ്യുവാൻ ദൈവം അതിനുള്ള സാഹചര്യങ്ങളെ ഒരുക്കി തന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പല സാഹചര്യങ്ങളിൽ ഞാൻ ദൈവത്തിന്റെ സഭയിൽ കടന്നുപോയിക്കൊണ്ടിരുന്ന സാഹചര്യങ്ങളിൽ പല ദൈവദാസന്മാർ എനിക്ക് എന്നോട് ആലോചന പറയാറുണ്ട്. ദൈവവേലയ്ക്ക് വേണ്ടി ദൈവം കണ്ടിട്ടുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ എവിടെ പോയിരുന്നു കഴിഞ്ഞാലും എല്ലാവരും എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറയും, നിങ്ങളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി ഉള്ളതാണ്, അതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതങ്ങളെല്ലാം ദൈവത്തിന് വേണ്ടി നിങ്ങൾ വേർതിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ധന്യകരമായി തീരും എന്നൊക്കെ പറയും. അങ്ങനെ പല ആലോചനകൾ കേട്ട്, പക്ഷെങ്കിൽ അത് വർഷങ്ങൾ ഇങ്ങനെ കേട്ട് അതിനെ ത്യജിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കവേ ബിസിനസ്സുകളെല്ലാം ഒത്തിരി ഫ്ലോപ്പ് ആവാണ്ടിടയായി. ഫ്ലോപ്പ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, സംഭവം ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം വളരെ ബുദ്ധിമുട്ടായി തീരും. അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ സമർപ്പിച്ചു, ദൈവവേലയ്ക്ക് പോകുവാനായിട്ട് ഞാൻ സമർപ്പിച്ചു. ബൈബിൾ കോളേജിൽ പോയി. ഞങ്ങളുടെ സെൻട്രൽ വെസ്റ്റ് റീജിയന്റെ ബൈബിൾ കോളേജ് എന്ന് ചെമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, ബോംബെയിൽ. അവിടെ പോയി 2 വർഷം ബൈബിളിന്റെ ചില അധ്യയനങ്ങളൊക്കെ പഠിച്ചു. അതിനുശേഷം ഇവിടെ വന്ന് ഒരു പുതിയ പ്രവർത്തനം പൂന സ്റ്റേഷനിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരെ ധൻകവടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുതിയ പ്രവർത്തനം തുടങ്ങുവാണ്ടിരിക്കണം. ദൈവം സഹായിച്ചു, അതിനുള്ള സാഹചര്യങ്ങളെ ഒരുക്കി. അങ്ങനെ അവിടെ പോയി ആദ്യം 1 വർഷം 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ഒരു 5 വർഷം ഞങ്ങൾ നിന്നു. 5 വർഷം നിന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 10-85 പേരെ അവിടെ ദൈവം കൂട്ടി വരുത്തുവാണ്ടിരിക്കുന്നത്. അതെല്ലാം ഇവിടെയുള്ള കട്ടർ ഹിന്ദുക്കളാണ്. എല്ലാവരും കടന്നു വന്നവരെല്ലാം ഹിന്ദുക്കളാണ്. കടന്നു വന്നവരെല്ലാം അവരെല്ലാം വളരെ അവരുടെ പ്രതികൂല സാഹചര്യങ്ങൾക്ക് ഓരോ വിഷയങ്ങൾ സാത്താൻ ബാധിച്ചവരും, പിന്നെ മറ്റ് ജോലി കിട്ടാതെ ഭാരപ്പെടുന്നവരും, പിന്നെ പലവിധമാകുന്ന പ്രശ്നങ്ങളിൽ കൂടി പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുന്നവരായിരുന്നു. ആ ഹോസ്പിറ്റലിൽ നിന്നും ട്രീറ്റ്മെന്റ് ചെയ്ത് സൗഖ്യമാകാതെ നിങ്ങൾ വീട്ടിൽ പോയവർക്ക് നല്ല ആഹാരമൊക്കെ കൊടുത്ത് അവരെ പിന്നെ യാത്രയാക്കുക എന്നൊക്കെ പറഞ്ഞു വിട്ടവർ അങ്ങനെ ഒത്തിരി പേര് കടന്നു വന്നിട്ട് സൗഖ്യം പ്രാപിക്കുവാൻ ഇവിടെയായി. അപ്പം ഏകദേശം 5 വർഷം അവിടെ ഞങ്ങൾ സുവിശേഷ വേല ചെയ്തു. ഒരു 10-85 പേരെ അവിടെ കൂട്ടുവാണ്ടിയായി. അപ്പൊ 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നിയമമാണ് ട്രാൻസ്ഫർ. അങ്ങനെ അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങി വീണ്ടും വേറെ ഒരു മലയാളം ചർച്ചിലേക്ക് ട്രാൻസ്ഫർ ആയി. അങ്ങനെ മുന്നോട്ട് ഞങ്ങള് സുവിശേഷ വേലയിൽ മുന്നേറുവാണ്ടിരിക്കണം ഇടയായി തീർന്നു. പല സാഹചര്യങ്ങളിൽ പല ചർച്ചകളിൽ 3 വർഷം, ചിലയിടത്ത് 4 വർഷം, ചിലയിടത്ത് 5 വർഷം, അങ്ങനെ ഇവിടെ അടുത്ത് തന്നെ പല സഭകളിൽ ശുശ്രൂഷിക്കുവാണ്ടിരിക്കണം ദൈവം അതിനുള്ള സാഹചര്യങ്ങളെ ഒരുക്കി തന്നു. ഈ പോകുന്ന കൂട്ടത്തിൽ ഇടയ്ക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇടയ്ക്ക് ഞാനുമായിട്ട് ഒത്തിരി സഹകരിച്ച ഒരു കൂട്ടുകാരുണ്ടായിരുന്ന ഒരു മർത്തോമക്കാരൻ. അപ്പൊ അദ്ദേഹമായിട്ട് ഞാനൊരു ചിട്ടിക്ക് ചേരുവാണ്ടതിലൂടെയായി. ചിട്ടി ചേർന്നു. 1-2 വർഷങ്ങളൊക്കെ അദ്ദേഹമായിട്ട് വളരെ സന്തോഷത്തോടൊക്കെ മുന്നോട്ട് പോയി. ലാസ്റ്റിൽ ഒരു 40,000 രൂപയുടെ ഒരു ചിട്ടി വീണ്ടും തുടങ്ങി. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞു, ഈ ചിട്ടിയിൽ ചേരുന്നവരെ കൊണ്ടെല്ലാം ഞാൻ എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് ഒരു പ്രൂഫ് എഴുതി വാങ്ങിക്കാറുണ്ട്. അപ്പം
എന്നോട് പറഞ്ഞ് എനിക്ക് നിങ്ങളും എന്തെങ്കിലും പ്രൂഫ് തന്നെ വെക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുവാ പ്രൂഫ് തരാനുള്ള, എന്റെ കയ്യിൽ നമുക്കിപ്പോ സ്വന്തമായിട്ട് വീടില്ല, അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. എന്താ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ ഉണ്ട്. അപ്പൊ അതിലൊരു ചെക്ക് ഞങ്ങൾക്ക് ബ്ലാങ്ക് ചെക്ക് തന്നാൽ മതി. അത് നിങ്ങൾ കാരണം നിങ്ങൾക്ക് ഇപ്പൊ നാളെ പൈസ നിങ്ങൾ ചിട്ടി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൈസ നാളെ തന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്റെ കയ്യിൽ എന്തെങ്കിലും പ്രൂഫ് വേണ്ടേ. അപ്പൊ അങ്ങനെ ഞാൻ ആ ഒരു ചെക്ക് ബ്ലാങ്ക് ചെക്ക് എഴുതി കൊടുക്കുവാൻ ഇടയായി. പക്ഷെങ്കിൽ ആ ബ്ലാങ്ക് ചെക്ക് കൊടുത്തതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, ഈ ചെക്ക് കൊണ്ടുപോയിട്ട് അതിനകത്ത് 25,000 രൂപ എമൗണ്ട് എഴുതിയിട്ട് കൊണ്ടുപോയി ബാങ്കിൽ അടച്ചു. അപ്പം എന്റെ ബാങ്കിൽ ആക്ച്വലി ബാങ്കിൽ ആ സമയത്ത് എന്റെ ഒരു വർക്ക് ചെയ്തതിന്റെ ഒരു 40,000 രൂപ വരാനുണ്ടായിരുന്നു. അത് ഇദ്ദേഹത്തിന് അറിയാം, എന്റെ ഈ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ ആളിന് അറിയാം ആ പൈസ വരാൻ. അദ്ദേഹം വിചാരിച്ചെന്തോ ആ പൈസ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്നെ വഞ്ചിക്കാനായിട്ടാണ് പുള്ളി തുനിഞ്ഞത്. പക്ഷേങ്കിൽ എന്ത് സംഭവിച്ചു, എനിക്ക് അവിടുന്ന് ഓഫീസിൽ നിന്ന് ആ ചെക്ക് അവർ വിട്ടിട്ടില്ലായിരുന്നു ബാങ്കിലോട്ട്. അപ്പൊ അതുകൊണ്ട് ആ ചെക്ക് വന്നിട്ട് തിരിച്ചുപോയി. ഇദ്ദേഹത്തിന്റെ ചെക്ക് തിരിച്ചു പോയതിനു ശേഷം എന്റെ അക്കൗണ്ടിൽ ആ പൈസ വന്നത്. പക്ഷേങ്കിൽ കുറച്ച് നാളിൽ ഒരു 10-15 ദിവസം കഴിഞ്ഞുകൊണ്ടേ എനിക്ക് ഒരു സമൻസ് ലെറ്റർ വന്നേക്കുക, നിങ്ങൾ ഇന്നാളിന്റെ കയ്യിൽ നിന്ന് 25,000 രൂപ വാങ്ങിച്ചു, അതിന്റെ ബദലായിട്ട് നിങ്ങൾ ചെക്ക് കൊടുത്തു, അത് തിരിച്ചു വന്നേക്കുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും ആകെപ്പാട് പ്രശ്നമായി. അപ്പൊ അതെന്റെ ജീവിതത്തിൽ വലിയൊരു സ്ട്രഗിൾ ആയി തീരുവാനിടയായി. അങ്ങനെ പിന്നെ അദ്ദേഹം എനിക്ക് നോട്ടീസ് അയച്ചു. അപ്പൊ ആ നോട്ടീസ് അയച്ചുകൊണ്ട് ഞാൻ 1-2 പേരെ സമീപിച്ചിട്ടുണ്ട്. അന്നേരം പറഞ്ഞതിന് നമുക്ക് മറുപടി കൊടുത്തേക്കത്തുള്ളൂ, കാരണം ഇതിപ്പം സൈനൊക്കെ ചെയ്തേക്കുന്നത് പുള്ളിയാണ്. എന്റെ ഡേറ്റും കാര്യങ്ങളും എല്ലാം എഴുതി പുള്ളി തന്നെ ആ പേരൊക്കെ എഴുതിയിട്ട് എമൗണ്ട് കാര്യങ്ങളെല്ലാം പുള്ളി തന്നെ എഴുതിയേക്കുന്നു. അപ്പൊ അത് ക്ലിയർ ആയിട്ട് അതിനകത്ത് അക്ഷരം അറിയാൻ വെക്കും. അപ്പൊ ഞാൻ ബ്ലാങ്ക് ചെക്കാ കൊടുത്തത്. അപ്പൊ എന്റെ സൈൻ പുള്ളി അതുപോലെ തന്നെ എന്റെ സൈൻ ഒത്തിരി പുള്ളിക്ക് അറിയാം. അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ ഇത് ചെയ്ത് കൊടുത്തു. പക്ഷേങ്കിൽ പുള്ളിയുടെ പണത്തിന്റെ ആയതുകൊണ്ട് ആ കേസ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനിടയായി. 98 തുടങ്ങി 2003 വരെ ആ കേസ് 5 വർഷം ആ കേസ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. പുള്ളി എന്നോട് പറഞ്ഞു നിന്നെ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടന്നു, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പൈസ എനിക്ക് തരണം. അങ്ങനെയാണ് പുള്ളിയുടെ വെല്ലുവിളി എന്നോട്. ഞാൻ പറഞ്ഞു ഞാൻ പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കേണ്ട കാരണം ഉണ്ടാകത്തില്ല, ഞാൻ എവിടെന്നെങ്കിലും പലിശയെങ്കിലും നിങ്ങൾക്ക് പൈസ വാങ്ങിച്ച് തന്നേനും. അപ്പൊ ഞാനും പുള്ളിയായിട്ട് പിന്നെ അങ്ങ് ക്രോസായി. വളരെ സന്തോഷത്തോട് വളരെ ദോസ്തിയായിട്ട് കഴിഞ്ഞവരാ. പക്ഷേ അതോടുകൂടി ഞങ്ങൾ ക്രോസായി. പിന്നെ അദ്ദേഹം കൊണ്ടുപോയി കേസ് കൊടുത്തു. 5 വർഷം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാദവിവാദം നടന്നു. അപ്പം കോർട്ടും ചർച്ചും ഇങ്ങനെയൊക്കെയാണ് കുറെ നാൾ അങ്ങനെ പോയിട്ട് വന്നു. ഇത് ഞാൻ ബൈബിൾ കോളേജിൽ പോകുന്നതിന് മുമ്പുള്ള കാര്യമാണ്. അങ്ങനെ ആ കേസ് പിന്നെ ഒരു 5-ാമത്തെ വർഷം ആയപ്പോഴത്തേക്ക് ഇവിടെയുള്ള ഒരു മുസ്ലിം സഹോദരനുണ്ട്. ഈ മുസ്ലിം സഹോദരനോട് ഒരു രാത്രിയിൽ സ്വപ്നത്തില് ദൈവം അദ്ദേഹത്തിനോട് ഇടപെട്ടു. അദ്ദേഹത്തിനോട് ഡയറക്റ്റ് സംസാരിക്കുകയാണ്. ഇന്നടുത്ത് ഇന്നാര് താമസിക്കുന്നുണ്ട്, ഞാൻ താമസിച്ച ബിൽഡിങ്ങിന്റെ പേര് ഉൾപ്പെടെ പറഞ്ഞിട്ട് എന്റെ പേര് ഉൾപ്പെടെ അദ്ദേഹത്തിന് മുസ്ലിം സഹോദരനോട് പറഞ്ഞു. ഒരു ദിവസം രാവിലെ ഒരു തമിഴ് സഹോദരൻ എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇന്നാര് വിളിച്ചിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു എന്താ, അതെനിക്ക് അറിയത്തില്ല, ഒന്ന് അങ്ങോട്ടൊന്ന് അത്യാവശ്യമായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ചെന്നു, പുള്ളിയുടെ വീട്ടിൽ ചെന്നു, മുസ്ലിമിന്റെ ആ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും കേസ് കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറയാ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറയാ നിങ്ങളുടെ ദൈവം ഇന്നലെ രാത്രി എന്നോട് സംസാരിച്ചു, നിങ്ങളുടെ കേസിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. ഞാൻ വിചാരിച്ചു ഇദ്ദേഹം എന്തോ വക്കീലോ വല്ലോ ആണോ, നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിവില്ല. ഞാൻ പോയി ചോദിച്ചത് എങ്ങനെയാ സാറേ എന്ന് ചോദിച്ചു. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കേസ്, നിങ്ങളുടെ പേരിൽ എന്താണ് കേസ് എന്നുള്ള കാര്യം പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പുള്ളിയോട് ചരിത്രങ്ങൾ പറഞ്ഞു, യഥാർത്ഥമായിട്ടുള്ള ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പുള്ളിയോട് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് മനസ്സിലായിരുന്നത് നമ്മളെ പറ്റിച്ചതാണെന്നുള്ളത്. അദ്ദേഹത്തിന്റെ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറയാൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അദ്ദേഹത്തിന്റെ നമ്പർ കൊടുത്തുണ്ടെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്നയാളാ സംസാരിക്കുന്നത്, പിന്നെ ഇന്നാരുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും. പുള്ളി പറഞ്ഞു ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് പുള്ളിയുടെ പേരിൽ, എനിക്ക് 25,000 രൂപ തരാനുണ്ടായിരുന്നു, അത് തന്നില്ല, അതിനുവേണ്ടി ഞാൻ പുള്ളിയുടെ ചെക്ക് എഴുതിയിട്ട് അത് റിട്ടേൺ വന്നു, അതിന് ഞാൻ കേസ് കൊടുത്തേക്കുവാന്ന് പറഞ്ഞു. എന്നാലും അദ്ദേഹം പറഞ്ഞ് ആ കേസ് പിൻവലിക്കണം. അന്നേരം അത് എന്റെ പൈസ തന്നു കഴിഞ്ഞാൽ പിൻവലിക്കാമെന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യും, വൈകിട്ട് എന്റെ വീട്ടിൽ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. പുള്ളിയോട് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഓക്കെ നിങ്ങൾ പോയിട്ട് വൈകിട്ട് വരാൻ പറഞ്ഞു. വൈകിട്ട് വരുന്നുണ്ടെ നമ്മൾക്ക് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ 5 രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഞാൻ സംസാരിച്ച് കാര്യം ക്ലിയർ ചെയ്തിട്ട് നിങ്ങളെ ഇതിൽ നിന്നും ഫ്രീ ആക്കുക. കാരണം ആ ഫ്രീ ആക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. പുള്ളി തന്നെ പറയാം, മുസ്ലിം സഹോദരനെ പറയാണ് അതിനെ നിങ്ങളെ ഫ്രീ ആക്കി വിടേണ്ടത് എന്റെ ഉത്തരവാദിത്വം, ഞാനത് ചെയ്തിരിക്കും, അല്ലാതെ ഞാൻ ഇനി ഇവിടെ ജീവിക്കത്തില്ലെന്ന് പുള്ളി പറഞ്ഞു. പുള്ളി ഇവിടെ അറിയപ്പെടുന്ന ഒരാളാണ്. വൈകിട്ട് അതുപോലെ തന്നെ എന്നെ 7 മണിക്ക് വിളിച്ചു. അദ്ദേഹവും വന്നു. അദ്ദേഹം വേറൊരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ടാണ് വന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അകത്ത് വിളിച്ചു.
മൂന്നുപേരെ അകത്ത് വിളിച്ചു. അകത്ത് വിളിച്ചിട്ട് അയാൾ ഫസ്റ്റ് ഫ്ലോറിൽ പിന്നെ എന്നോട് പറഞ്ഞു, പിന്നെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒരു കാര്യം നിങ്ങളും ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകും, ഈ കൂടെ വന്ന ആൾ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരൂടെ മുകളിൽ പോയിട്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചു, എന്താ കാര്യം അങ്ങനെ. പുള്ളി വീണ്ടും കള്ളം തന്നെയാ പറയുന്നത്. അപ്പം ഞാൻ പിന്നെ എന്നോട് ചോദിച്ച് അദ്ദേഹം പറയുന്നത് ശരിയാണ്. ഞാൻ പറഞ്ഞു അദ്ദേഹം പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തേ പുള്ളിയുടെ പൈസ എവിടെന്നെങ്കിലും പലിശക്കെങ്കിലും എടുത്ത് കൊടുത്തേനെന്ന് പറഞ്ഞു. കാരണം ഞാൻ നിരപരാധിയാന്ന് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിനെ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ട് ഞാൻ അതിന് കോംപ്രമൈസ് ചെയ്യാൻ പോയതിന്റെ കാരണം അതാണെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു, അല്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ഒത്തിരിയൊക്കെ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന് തന്നെ മനസ്സിലായി ഇത് റോങ് വേ ആ പുള്ളി കാണിച്ചെന്നുള്ളത്. പിന്നെ അദ്ദേഹം അന്ന് പുള്ളിക്കാരനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നാളെ തന്നെ പോയിട്ട് ഈ കേസ് നിങ്ങൾ പിൻവലിക്കണം. അതിനിടയ്ക്ക് പുള്ളി ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിയെ ഞാൻ പിന്നെ ചീത്ത വിളിച്ചു, അടിക്കാൻ ചെന്നു, ഇടിക്കാൻ ചെന്നെന്നും പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്ത്, പിന്നെ ഒരു പ്രാവശ്യം പുള്ളി ആക്സിഡന്റ് ആക്കാൻ ചെന്നെന്നും പറഞ്ഞിട്ട് കേസ് കൊടുത്തു. അങ്ങനെ 2 കേസ് കൂടെ അതിന്റെ കൂടെ എക്സ്ട്രാ ആക്കി എന്ന് പറഞ്ഞാൽ 3 കേസാക്കി എന്റെ മണ്ടയ്ക്ക്. ഒരു രീതിയിലും ഊരിപ്പോകരുത്. പുള്ളി എന്നോട് അവിടെ വെച്ച് കാന്റീനിൽ പറഞ്ഞ, ഞാൻ പറയുന്ന കാശ് തന്നിട്ട് നീ എന്നെ കോംപ്രമൈസ് ചെയ്യുന്ന നല്ലത്, അല്ലെങ്കിൽ നിന്നെ ഞാൻ വിടത്തില്ല, ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടത്താൻ വിടത്തില്ലെന്ന് വെല്ലുവിളിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാന് സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ സത്യം വിട്ട് ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല, ഇനിയിട്ട് യാത്ര ചെയ്യത്തുമില്ല. ദൈവം അതിന് പരിഹാരം ഉണ്ടാക്കും എന്ന് അദ്ദേഹത്തിനോട് പറയാത്ത. അത് അദ്ദേഹം ഒരു മർത്തോമക്കാരനാണ്. അതാ അതിനേക്കാളൊക്കെ രസം. മലയാളി മർത്തോമക്കാരനാണ്. അതാ അതിനേക്കാളൊക്കെ രസം. ഒക്കെ ഒരു അന്യദേശക്കാരനോ അല്ലെങ്കിൽ ഒരു അന്യഭാഷക്കാരനോ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഒരു മര്യാദ കാണിക്കും. ഇത് ഒരു മലയാളി തന്നെയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി. അത് തന്നെയല്ല ഇത്രയും നാൾ നമ്മളുമായിട്ട് വളരെ സന്തോഷത്തിൽ കഴിഞ്ഞ പാർട്ടിയും കൂടെ. അപ്പൊ അപ്പോഴത്തെ ഞാൻ തന്നെ വിചാരിച്ചു, ഇത് ദൈവത്താൽ തന്നെ ഇത് കോംപ്രമൈസ്, ദൈവം തന്നെ ഇതിന് വഴി ഉണ്ടാക്കട്ടെ. അദ്ദേഹം ചോദിക്കുന്ന പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പൈസ വാങ്ങിച്ചിട്ടില്ല. അതായത് നഗ്ന സത്യമാണ്. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, നാളെ കോർട്ടിൽ ചെന്നിട്ട് ഈ 3 കോർട്ടിലും ആപ്ലിക്കേഷൻ കൊടുക്കണം. നിങ്ങൾ എന്താ കൊടുക്കേണ്ടത്? ഞാനും അദ്ദേഹവുമായിട്ടുള്ള പിന്നെ കേസുകളെല്ലാം ഞങ്ങൾ പിൻവലിച്ചേക്കുന്നു, എനിക്ക് കിട്ടാനുള്ള പൈസയൊക്കെ കിട്ടി, അതുകൊണ്ട് കോർട്ട് ഞങ്ങളെ 2 പേരെ ഇതിൽ നിന്നും മാറ്റണമെന്ന് പറഞ്ഞു. നാളെ തന്നെ പോയിട്ട് ഇത് ചെയ്യണം, കാരണം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ വേണം, നിങ്ങൾ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ പോകണ്ട, അദ്ദേഹത്തിന് പുള്ളിക്കാരൻ എന്തെങ്കിലും പൈസ തരേണ്ടത് ഞാൻ തന്നോളാം, പക്ഷെ നാളെ പോയിട്ട് സംഭവം അവിടെ ക്ലിയർ ചെയ്തിട്ട് ഇങ്ങോട്ട് കയറാമെന്ന് പറഞ്ഞു. ഈ ദഹ്റോഡ് എന്ന ഈ സ്ഥലത്തിന്റെ പേര്. ഈ ദഹ്റോഡിൽ നിങ്ങൾ കാല് കുത്തണമെന്നുണ്ടെങ്കിൽ നാളെ പോയിട്ട് ഈ 3 കേസും ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു. ലാസ്റ്റ് പിന്നെ പുള്ളി അടിയറ വെച്ചു, ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ 2 പേരും പോയി. എന്നോട് പറഞ്ഞ് തിരിച്ചു പോരാൻ നേരം ആ കോർട്ടിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം, ഞങ്ങളുടെ 3 കേസുകളും കോംപ്രമൈസ് ആയി, ക്ലിയർ ആയി എന്ന് പറഞ്ഞ് അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് അത് വാങ്ങിച്ചോണ്ടേ നാളെ വരണമെന്ന് പറഞ്ഞു. അപ്പം കേസ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഞങ്ങളെ ഈ 3 കോർട്ടിലും എന്നെ വിളിച്ചു, അദ്ദേഹത്തിനെ വിളിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചു, എന്തോ കാശ് കൊടുത്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, കാശൊന്നും കൊടുത്തില്ല. പിന്നെന്താ പിന്നെ കോംപ്രമൈസ് ആകാൻ കാരണം എന്താ? അത് അദ്ദേഹത്തിന് തന്നെ കോംപ്രമൈസ് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്തെന്ന് പറഞ്ഞു. അല്ലാതെ അങ്ങനെ ഒക്കുന്നതൊക്കെ ജഡ്ജി ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ പറയാം, അത് അദ്ദേഹത്തിനോട് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ പറയാനല്ലോ സാറേ, ഞങ്ങളത് പിന്നെ കോംപ്രമൈസ് ചെയ്തു അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ 3 കോർട്ടിലും ഒരു 5:30-ക്ക് ശേഷം ഈ 3 കോർട്ടിൽ ഞങ്ങളെ വിളിപ്പിച്ചിട്ട് നിങ്ങളുടെ കേസ് നില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടു. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ആ ഓഫീസിൽ ചെന്നിട്ട് ഞാനൊരു ആപ്ലിക്കേഷൻ കൊടുത്തു, എനിക്കിത് വേണം. അവർ പറഞ്ഞൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യും, കാരണം 3 കോർട്ടിൽ ഞങ്ങളുടെ കേസ് നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സമയം എടുക്കും. ഞാൻ പറഞ്ഞു, ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ആ കേസ് ദൈവം തമ്പുരാൻ മറ്റൊരു വ്യക്തിയിൽ കൂടി അത് നില്ല് ചെയ്തു. അപ്പൊ ജീവിതത്തിൽ ഒരു വലിയൊരു എനിക്കൊരു ഫ്രീ ആയി തീരുമാനത്തിലൂടെയായി തോന്നും. അങ്ങനെ ഒരു ചരിത്രം, ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പൊ അവിടെയെല്ലാം ദൈവത്തിന്റെ കരമായിരുന്നു എന്ന് പിന്നത്തേതിൽ എനിക്ക് മനസ്സിലാകുവാണ്ട് ഗുണം ഇടയായി. കാരണം ആ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് സുവിശേഷ പോലെ ചെയ്യാനും ഒക്കത്തില്ലല്ലോ. അപ്പൊ ദൈവം അതിന് വേണ്ടുന്ന ക്രമീകരണം അതിനകത്ത് ഒരുക്കി. ഒരു 5 രൂപ പോലും കൊടുക്കാതെ ദൈവം അതിന് പോംവഴി ഉണ്ടാക്കി തന്നു. അതും ഒരു വലിയ സാക്ഷ്യമാണ് എന്റെ ജീവിതത്തിൽ. കാരണം ദൈവത്തോട് കൂടുതൽ ഒന്നുകൂടി അടുക്കുവാൻ അത് കാരണമായി തീർന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുതിയ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ചർച്ചിൽ പോയി, അങ്ങനെ പല ചർച്ചകളിലായിട്ട് ഇങ്ങനെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുവാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ ഞാൻ സൂക്ഷിച്ച എല്ലാം മറാഠി ചർച്ചുകളിലൊക്കെ അവിടെ വരുമാനത്തിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം മറ്റു വഴിയിൽ കൂടിയെല്ലാം എനിക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം ചെയ്തു തരുവാൻ ഇടയായി. മക്കളെ പഠിപ്പിക്കുന്നതിൽ മോളുണ്ട്, മോനുണ്ട്, 2 പേരും പഠിക്കുന്നുണ്ട്. 2 പേരും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. 2 പേർക്കും വണ്ടിക്കൂലി വേണം, മറ്റുള്ള കാര്യങ്ങൾ വേണം, ഞങ്ങളുടെ ആഹാര ക്രമീകരണം ഇതെല്ലാം നടക്കണം. പക്ഷേങ്കിൽ മറാഠി ചർച്ചിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ വളരെ ചുരുക്കമായിട്ടുള്ള വരുമാനമേ ഉള്ളൂ അവിടെ. എന്നിട്ടും ദൈവം മറ്റ് സാഹചര്യങ്ങളിൽ കൂടി അതിന് വേണ്ടുന്ന വഴികളെല്ലാം ഒരുക്കി തന്നു. അങ്ങനെ മുന്നോട്ട് പോകവേ ഞങ്ങളുടെ ജെയ്സൺ ഇതുപോലെ ഒരു ദിവസം രാത്രിയിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇനി മുതൽ ജോലി ചെയ്യുന്നില്ല. അത് 2023 മെയ് മാസം 8-ാം തീയതി രാത്രിയിലാണ്.
അപ്പൊ ഞങ്ങള് ആക്ച്വലി അവന് ടെക് മഹീന്ദ്ര ജോലി കിട്ടിയതോടുകൂടി ഞങ്ങൾ വളരെ സന്തോഷത്തിലിരിക്കുക. കാരണം സുവിശേഷ വേലയിൽ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിൽ കൂടിയാണ് കടന്നുപോയത്. അപ്പൊ മകൻ ഒരു ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഇനി ഒരു പച്ചപ്പുണ്ടാകും, ഇനി ഒരു മുന്നോട്ടൊരു നല്ല ജീവിതം ഉണ്ടാകും എന്നുള്ള ആ ഒരു വലിയ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക. നമ്മനെ കുറെ നാൾ ജോലി ചെയ്തു. പക്ഷെങ്കിൽ 2023 മെയ് 8 രാത്രിയിൽ വന്നു പറഞ്ഞു, ഞാൻ ഇനി ജോലി ചെയ്യുന്നില്ല, ഞാൻ റിസൈൻ ചെയ്തിട്ട് വന്നേക്കുവാണ്. അത് പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു. ആക്ച്വലി അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമമായി. എങ്കിലും ഞാൻ അതിന് മറുപടി ഒന്നും പറയാൻ പോകില്ല. ഞാൻ അവനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് ദൈവവേല ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോലിയോടുള്ള ബന്ധത്തിൽ ദൈവവേല ചെയ്യുക. കാരണം ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവന് കണ്ടതാണ്. കാരണം അവന് ഞങ്ങൾ ആദ്യ പ്രവർത്തനം തുടങ്ങുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങളുടെ പ്രവർത്തനം വന്ന് നടന്നിരുന്നത്. എൻ്റെ കയ്യിൽ അന്നൊരു ബജാജിന്റെ ഒരു സ്കൂട്ടർ ഉണ്ട്. ആ സ്കൂട്ടറിന് ഒരു ടയർ മാറി ഇടാൻ പോലും സാഹചര്യമില്ലായിരുന്ന സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് 120 രൂപ കണ്ട ടയറിന് വില. പക്ഷേ ഞാൻ സെക്കൻഡ് ഹാൻഡ് ടയർ വാങ്ങിക്കുമായിരുന്നു 60 രൂപ കൊടുത്തിട്ട്. അങ്ങനെയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ 4 ഗിയറുള്ള വണ്ടി 3 ഗിയറിൽ മാസങ്ങൾ ഓടിച്ചിട്ടുണ്ട്. കാരണം 4ാമത്തെ ഗിയർ വീഴത്തില്ല, അത് റിപ്പയർ ചെയ്യാൻ കാശില്ല. അങ്ങനെയായിരുന്നു ആ സാഹചര്യം. അത് ജെയ്സന് ഇത് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ജെയ്സൺ എന്ന് വളരെ ചെറുപ്പമാണ്. അപ്പൊ ഞങ്ങൾ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ 10 മണിയാകുമ്പോഴാണ് അവിടെ എത്തുന്നത്. ഞങ്ങൾ ട്രെയിൻ പിടിക്കും, പിന്നീട് ബസ് പിടിച്ച് അങ്ങനെയൊക്കെ ആദ്യം പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അവനൊരു അന്ന് പാർലി ബിസ്ക്കറ്റിന് 2 രൂപയേ ഉള്ളൂ. ആ 2 രൂപയുടെ ഒരു ബിസ്ക്കറ്റ് പോലും വാങ്ങിച്ചു കൊടുക്കാൻ ഒക്കാത്ത സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിൽ കൂടി കഴിഞ്ഞുപോയ സാഹചര്യമാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജോലിയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ എന്റെ മോളോട് അത് തന്നെ ഞാൻ പറഞ്ഞിരുന്നത്, നിങ്ങൾ സുവിശേഷ വേല ചെയ്യുന്നതിന് എനിക്ക് യാതൊരു ഓപ്പോസിഷനും ഇല്ല. പക്ഷെങ്കിൽ ജോലിയോടുള്ള ബന്ധത്തിൽ സുവിശേഷ വേല ചെയ്തോ. അതായിരുന്നു ഞാൻ ജെയ്സനെ പറ്റിയും ആഗ്രഹിച്ചിരുന്നത്. അപ്പൊ ജെയ്സൺ ജോലി പോയി കുറെ നാൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ ഒരു സുപ്രഭാതത്തിൽ വന്ന് പറയാം, രാത്രി വന്ന് പറയാം, ഞാൻ ജോലി രാജിവെച്ചിട്ട് വന്നേക്കുക, ഞാൻ ഈ ദൈവവേലയ്ക്ക് വേണ്ടി പോവുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പിതാവ് എന്ന നിലയിൽ എത്രമാത്രം ടച്ച്, കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നു വന്നതുകൊണ്ട്, ബുദ്ധിമുട്ടും പ്രയാസങ്ങളിൽ കൂടി കടന്നു വന്നതുകൊണ്ട് നമുക്ക് ഭയമാണ്. കാരണം നമ്മൾ അനുഭവിച്ചതുപോലുള്ള അല്ലെ പ്രയാസങ്ങളും ഇവര് അനുഭവിക്കരുതെന്നോ അങ്ങനെ ഒരു ആഗ്രഹം ഏതൊരു പിതാവിനായാലും തോന്നും. അതുപോലെ എനിക്കും അങ്ങനെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നത്. പക്ഷെങ്കിൽ ഇവൻ 101% പറഞ്ഞോ, ഇനി ഞാൻ ജോലിക്ക് പോകും, ഞാൻ റിസൈൻ ലെറ്റർ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത പരിപാടി, ഇനി ഞാൻ ബൈബിൾ കോളേജിൽ പോകാൻ പോവാം. ബൈബിൾ കോളേജിൽ പോകാൻ പോകുന്ന പിന്നെ ഞാൻ അന്നേരം പിന്നെ അതിനൊന്നും മറുത്തൊന്നും പറഞ്ഞില്ല. എന്റെ ഭാര്യയും പറഞ്ഞു, ഓക്കെ, അവന്റെ ആഗ്രഹം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നടക്കട്ടെ, നമ്മളതിന് തലം കൂടിയാകണ്ട. കാരണം നാളെ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കും അത് ടെൻഷനായി തീരും. അവന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. അങ്ങനെ മണക്കാലയിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അടുത്ത മാസം, അടുത്ത ഒരു 1-2 മാസം കഴിയുന്ന ഉടനെ ജൂണിൽ അവിടെ പോകണം. ഇത് മെയിലാണ് സംഭവിക്കുന്നത്. ജൂണിൽ പോകണം. അപ്പൊ അതിന് ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങളുണ്ട്. അപ്പൊ അവരുമായിട്ടെല്ലാം സംസാരിച്ച് പോകാന്നുള്ള പ്ലാനൊക്കെ വെച്ചു. അദ്ദേഹം തുണിയും എല്ലാം തേച്ച് ക്ലിയർ ചെയ്ത് പെട്ടിയിൽ വെച്ചിരുന്നേ ഉള്ളൂ. എല്ലാം കൊണ്ടുവന്ന് കബോർഡിനകത്ത് ക്ലിയർ ആക്കി വെച്ചു. 9-ാം തീയതി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ. അപ്പൊ അത്രയും ദിവസം ഇപ്പൊ ഇവന് ഫോട്ടോഗ്രാഫിയുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഏതോ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇവരെ വിളിച്ചിട്ടുണ്ട്, അതിന്റെ അഡ്വാൻസ് വാങ്ങിക്കാനായിട്ട്. അപ്പൊ അവിടെ ബൈബിളിൽ പോകുന്നതിന് മുമ്പ് ഇച്ചിരി പൈസയൊക്കെ ഉണ്ടാക്കാമല്ലോ, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ആഗ്രഹം വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി. അങ്ങനെയാണ് മെയ് 12-ാം തീയതി ഇവിടെ നിന്നും, ഭവനത്തിൽ നിന്നും ഈ ഹല്ലേലൂയ ഇവര് ഓർഡർ ചെയ്യാൻ വിളിച്ചേക്കുന്ന ആ സ്ഥലത്ത് പോകുവാനായിട്ട് ഇവനും ഇവന്റെ കൂട്ടുകാരനും കൂടി ബൈക്കിൽ, നമ്മുടെ ബൈക്കിൽ തന്നെ, നമ്മുടെ പൾസർ ബൈക്കുണ്ട്, അതിനകത്ത് ഇവൻ പുറയിലിരുന്നു, മറ്റവന്റെ കൂട്ടുകാരൻ മുമ്പിൽ ഓടിച്ചോണ്ടിരിക്കുക. അങ്ങനെ മുന്നോട്ട് പോയ സാഹചര്യത്തിലാണ് ഇടയ്ക്ക് വെച്ചിട്ട് ആക്സിഡന്റ് ഉണ്ടാകുവാണ്ടൊക്കെ ഇടയായി. അപ്പോഴ് ആക്സിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോൺ വന്നു. അവന്റെ കൂട്ടുകാരൻ തന്നെ ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, എത്ര മുറിവുണ്ട്? അല്ലാതെ കുറച്ചേ ഉള്ളെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ സംഭവം വളരെ ഗൗരവമായിരുന്നു. ഞാൻ പിന്നെ ഇവിടുന്ന് പെട്ടെന്ന് വണ്ടി പിടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുവരാം. അന്നേരം പറഞ്ഞില്ല, അവിടെ കൊണ്ടുവരാൻ ഒക്കത്തില്ല. അവിടെ പോലീസുകാർ വന്നിട്ട് പറഞ്ഞ് ജില്ലാ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകണം, കാരണം ആക്സിഡന്റ് കേസ്, അതുകൊണ്ട് നിങ്ങൾ പറയുന്നിടത്ത് പോകാൻ ഒക്കത്തില്ല. ഇവിടെ വന്നതിന് ശേഷം ഇവിടുന്ന് പിന്നീട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുന്നു പറഞ്ഞു. അങ്ങനെ അവര് തന്നെ പോലീസിന്റെ നിയന്ത്രണത്തിൽ അവർ തന്നെ ഇവന്റെ എല്ലാം കൂടെ വലിച്ചു വാരി വണ്ടിയെ കയറ്റിയിട്ട് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് അവിടെ ചെന്നു. ഇവിടുന്ന് ഒരു 28 കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ ചെല്ലാനായിട്ട്. അപ്പൊ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് 5-6 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടുന്ന് അവിടെ ചെന്നു നോക്കിയപ്പോഴത്തേക്ക് ടേബിളിൽ ഇങ്ങനെ കിടക്കുകയാണ്. അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഈ അറവുശാലയിൽ പശുവിനെ കാളയൊക്കെ ഇങ്ങനെ അറുത്ത് കണ്ടിച്ചിങ്ങനെ ഇട്ടേക്കുന്ന പോലുള്ള ആ രംഗമാണ്. അപ്പൊ ഞാൻ നോക്കിയ ജീവനുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ആ സംഭവം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസാരിക്കാനും
ഒന്നും അവിടെ ഒന്നും ചെയ്യണമെന്ന് നമുക്ക് തോന്നത്തില്ല. ഞാൻ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടറെ, എന്താ ജെയ്സന്റെ കാര്യം എന്തുവാ ചെയ്യുന്നത്? ഇപ്പൊ ഇവിടെ തന്നെ ഇട്ടിരുന്ന കാര്യം എങ്ങനെ നടക്കുന്നത്? അപ്പം എന്റെ ആഗ്രഹം ഓപ്പറേഷൻ തിയേറ്റർ അങ്ങനെ എന്തെങ്കിലും ചെയ്യണ്ടേ? അവർ പറഞ്ഞു അതൊരു ഡോക്ടർ വരാറുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ എന്തുവാ ബ്ലഡ് മൊത്തം കാലിയായി. താഴെ ടേബിളിന്റെ അടിയിൽ നോക്കുന്നുണ്ട്, അറിയാം ഇങ്ങനെ കൂന കൂടി ഇങ്ങനെ കിടക്കുകയാണ്, ബ്ലഡ് മൊത്തം ക്ലോട്ട് ആയിട്ട്. ലാസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ഞാൻ പിന്നെ എന്തായാലും ഇവിടെ വന്നിട്ട് കുറെ പാസ്റ്റേഴ്സിനെയൊക്കെ അറിയിച്ച്, കുറച്ച് വിശ്വാസികളെയൊക്കെ അറിയിച്ച്, അപ്പൊ ഞങ്ങൾ 10-15 പേര് ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 8 മണി വരെ ആ ഹോസ്പിറ്റലിൽ നിൽക്കുക. പക്ഷേ ആ 8 മണിയായിട്ടും ഇവിടെ ട്രീറ്റ്മെന്റ് ഒരു ട്രിപ്പ് മാത്രം ഇട്ടിട്ടുണ്ട്. ഈ ബോഡിയിൽ ഒന്നും ചെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇന്ന് ചോദിക്കും എന്തുവായി, പിന്നെ ഡോക്ടർ വന്നോ? അന്നേരം ഡോക്ടർ ഒരു സ്പെഷ്യലിസ്റ്റ് വരാറുണ്ട്, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞു. 8 മണി ആയപ്പോഴത്തേക്കും, രാത്രി 8 മണി ആയിട്ടും ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്നില്ല. അങ്ങനെ ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പരിചയമുള്ള ഒരു ഡോക്ടറുണ്ട്, ഞാൻ അദ്ദേഹത്തിന് ഫോൺ ചെയ്തു. അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അവിടെ ആരെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ട് അവരുടെ കയ്യിൽ കൊടുക്കാൻ പറയും, എന്താ അവരൊന്നും ചെയ്യാത്തതെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അപ്പൊ അവിടെ ഒരു ഡോക്ടർ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൊടുത്തു. അവരുടെ ഭാഷയിൽ സംസാരിച്ചു, മറാഠിക്കാരായ 2 ഡോക്ടർമാർ മറാഠിക്കാർ. എന്നിട്ട് എൻ്റെ കൈ ഫോൺ തന്നു. അപ്പം അതിന് എൻ്റെ 2012 എനിക്കൊരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായിട്ട് അദ്ദേഹമാണ് എൻ്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തത്. അപ്പൊ എന്നെ എന്നും ഞാൻ ഫാദർ ആണെന്നുള്ള പുള്ളിക്കറിയാം. എന്നോട് പുള്ളി പറഞ്ഞ, ഫാദർ പെട്ടെന്ന് മിനിറ്റുകൾക്കകം അവിടുന്ന് മാറ്റിക്കോ, കാരണം അവര് നിങ്ങളുടെ മകനെ പൊതിഞ്ഞ് കൈ തരാനുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, കാരണം അവന്റെ ജീവൻ പോകാനായിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് അവിടുന്ന് മാറ്റിക്കോളാൻ പറഞ്ഞു. കാരണം എന്തെങ്കിലും അവന്റെ ജീവിതത്തിൽ സ്വല്പമെങ്കിലും അതിലെ ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് രക്ഷപ്പെടുത്താനൊക്കെ, അതുകൊണ്ട് എത്രയും വേഗം അവിടുന്ന് മാറ്റിക്കുമെന്ന് പറഞ്ഞു. അവിടെ കിടത്തിയാൽ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് നിങ്ങളുടെ കൈ തരാനുള്ള പ്ലാനാണ്. കാരണം അവരുടെ ഭാഷയിൽ അവർ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയാ അവർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഒരു 1-2 മണിക്കൂർ കൂടിപ്പോയാൽ അത് കഴിഞ്ഞാൽ കണ്ണടയ്ക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും നമുക്ക് ആകെപ്പാട് വിഷമവും വെപ്രാളും, എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ എന്തോ ഞാൻ ചെയ്യേണ്ടത്? വരുമ്പോഴേ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അവിടെ ഇട്ട് കഴിഞ്ഞാൽ പരിപാടി നടക്കത്തില്ല. അവിടെ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്ന, സാറിന്റെ ഹോസ്പിറ്റലിൽ തന്നെ വരാമെന്ന് പറഞ്ഞു, ഡോക്ടറുടെ അടുത്തോട്ട് തന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പൊ അവിടുന്ന് വീണ്ടും 25 കിലോമീറ്റർ ബാക്കിലോട്ട് വരണം. ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങിച്ചിട്ട് ഒരു രാത്രി 12:45 ആയപ്പോൾ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ വന്നു. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേക്ക് അവിടെയും ഡോക്ടേഴ്സ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ടെൻഷനായി. അവര് എന്നിട്ടും അതിൽ അകത്ത് കയറ്റി അതിൽ അതിന്റെ മുറിഞ്ഞടോ എല്ലാം സാഫ് സഫായി ഒക്കെ ചെയ്ത്. അപ്പൊ എന്തോ അവര് സാഫ് സഫായി പോലും ചെയ്യാത്തില്ല, കാരണം അവര് പൊതിഞ്ഞ് തരാനായിട്ട് വെച്ചിരുന്നത്, അതുകൊണ്ട് അവരൊന്നും ചെയ്തില്ല. ഇത് നമ്മളോട് ഈ രാത്രിയിൽ ഈ ഡോക്ടറോട് ഞാൻ ഫോൺ ചെയ്തതിന്റെ പരിണിത ഫലമായിട്ട് നമുക്ക് മനസ്സിലാകാൻ ഇടയായി തീർന്നു. അല്ലെങ്കിൽ സംഭവം അതോടെ ഇവിടെ ക്ലോസ് ആയേനെ. എന്തായാലും ഇവിടെ വന്നു, അവര് 1 ദിവസമായി 2 ദിവസമായി. അപ്പം ആള് ജീവനുണ്ട് എന്നേ ഉള്ളൂ, മറ്റ് ഇമ്പ്രൂവ്മെന്റ് ഉള്ളെന്ന് പറയുന്നില്ല. അവർ ക്രിട്ടിക്കൽ എന്നുള്ള സംഭവം പറയുന്നത്. 4 ദിവസം 5 ദിവസമായി 11 ദിവസമായി. ഈ 11 ദിവസമായിട്ടും ക്രിട്ടിക്കൽ എന്നാ പറയുന്നത്. അവരിങ്ങനെ സാഫ്സാഫായി അവർ പറഞ്ഞു ഇങ്ങനെ ഇൻഫെക്ഷൻ ഇതായിക്കൊണ്ടിരിക്കുക, അദ്ദേഹങ്ങൾ ഒരു സൈഡിൽ കൂടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തുവാ പഴുപ്പൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതിലൊരു വാക്യൂം മെഷീൻ എന്ന് പറഞ്ഞൊരു മെഷീൻ വെച്ചിട്ടുണ്ട്. ആ മെഷീനിലൂടെ പിന്നെ പഴുപ്പ് ഇങ്ങനെ ലിറ്റർ കണക്കിന് പഴുപ്പ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് എന്തുവാ ഈ മാംസങ്ങള് ഇങ്ങനെ അളിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. 11ാമത്തെ ദിവസമായിരുന്നെ അവർ പറയുക ഈ ഏണിന്റെ അവിടെ വെച്ചിട്ട് റിമൂവ് ചെയ്യണം. അയ്യോ, അതോടെ കേട്ടപ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടെ ഭയമായി. അപ്പോൾ ഞാൻ വിചാരിച്ചാലും ജീവനോടെ കിട്ടുമല്ലോ. ഞാൻ ചോദിച്ചു, റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പരിഹാരമാകുമോ എന്ന് അവരോട് ചോദിച്ചു. അന്നേരം അതിപ്പോ ഞങ്ങൾക്ക് ഗ്യാരണ്ടി പറയാനൊക്കത്തില്ല, കാരണം ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് ഇൻഫെക്ഷൻ ഏതെങ്കിലും ഹാർട്ടിനോ കിഡ്നിക്കോ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഒന്നും അതിനെപ്പറ്റിയൊന്നും സക്സസ് ഒന്നും പറയാനൊക്കത്തില്ല. ഞങ്ങൾ ട്രൈ ചെയ്യാം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഒരു കാര്യം, നിങ്ങൾ കണ്ടിക്കണ്ട, റിമൂവ് ചെയ്യണ്ട, അവന് മരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 കാലുള്ളവനായിട്ട് മരിച്ചോട്ടെ. അപ്പൊ അവര് റിമൂവ് ചെയ്യാനുള്ള അവരുടെ ഫോമും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് നമ്മളോട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു അത് എന്തായാലും പിന്നെ അവൻ രക്ഷപ്പെടുത്തില്ലെങ്കിൽ, കാരണം റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ ഗ്യാരണ്ടി തരുന്നില്ലെങ്കിൽ പിന്നെ 2 കാലമുള്ളവനായിട്ട് അവൻ മരിക്കട്ടെ. അപ്പോഴും മനസ്സിൽ പറയുന്നുണ്ട് മരിക്കരുതെന്ന മനസ്സിൽ ഇത്. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞില്ല. അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, 1 ദിവസം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഇവിടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിന് ഞങ്ങളൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പൊ നാളെ അദ്ദേഹത്തിനെ വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ നാളെയായി 10 മണിയായി 12 മണിയായി 2 മണിയായിട്ടും ആ ഡോക്ടറിന്റെ യാതൊരു വിധമായ അഡ്രസ്സും ഇല്ല. അപ്പൊ വീണ്ടും ടെൻഷനായി. അങ്ങനെ പിന്നെ ആ ഡോക്ടറിന്റെ നമ്പർ എന്റെ മോളെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് ഫോൺ ചെയ്തിട്ടുണ്ടെ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങളുടെ മകന്റെ ചരിത്രം അവിടുത്തെ ഡോക്ടേഴ്സ് എന്നോട് സംസാരിച്ചു. അതിന്റെ
ഞാൻ അതിനെ വകയിരുത്തിയപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. പക്ഷെങ്കിൽ അത് ആ ഹോസ്പിറ്റലിൽ അഥവാ ഞാൻ അവിടെ വന്നിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങും, ഇത് 1-2 സർജറി കൊണ്ട് തീരുന്ന കാര്യമല്ല എന്നുള്ള അവരെന്നോട് പറഞ്ഞ് മനസ്സിലാക്കി. അഥവാ ഞാൻ വന്നിട്ട് അവിടെ ട്രീറ്റ്മെന്റ് തുടങ്ങി എന്ന് കാണട്ടെ. ഇപ്പൊ ഞാൻ ഒരു ദിവസം വന്നു, ഒരു ഭാഗം സർജറി ചെയ്തു, എന്നിട്ട് അടുത്ത ഭാഗം സർജറി ചെയ്യാനായിട്ട് അടുത്ത ഒരു ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസം ഇത് തരും. പക്ഷെ ഞാൻ അവിടെ വന്ന് ചെയ്യുന്ന ആ ഒരു ദിവസത്തെ സംഭവം അത് സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ അവിടെ കിടന്നുകൊണ്ട് ആ സംഭവം നടക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ അത് സക്സസിനുള്ള ചാൻസുകൾ അവിടെ ഇല്ല. കാരണം അതിനുള്ള ഡോക്ടർ ഇല്ല, അതിനുള്ള എക്യുപ്മെന്റ് ഒന്നും അവിടെ ഇല്ല. അയ്യോടാ, അപ്പൊ ഇതായിരുന്നു കാരണം. അതാ പുള്ളി വരാനും മടിച്ചത്. ഞാൻ പറഞ്ഞു, ഡോക്ടറെ പിന്നെ എന്തോ ചെയ്യേണ്ടത്? അതിനുള്ള ഒരു പോം വഴി പറഞ്ഞതാ. എന്നാലും പറഞ്ഞ് ഇവിടെ 3 ഹോസ്പിറ്റലിന്റെ പേര് ഞാൻ പറയും. അതിൽ ഒരു ഹോസ്പിറ്റൽ എന്റെ ക്ലിനിക്കിന് അടുത്താണ്. അവിടെ വന്നു കഴിഞ്ഞാൽ എക്ദം ബെറ്റർ ആവും. മറ്റു 2 പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ അവിടെ ഇതാകും പക്ഷേ ഒന്നുകൂടെ സൗകര്യം. പക്ഷേങ്കിൽ നിങ്ങൾ മറ്റേടത്ത് 1000 രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ 10000 രൂപ കൊടുക്കേണ്ടി വരും. അത്രയും വ്യത്യാസമുണ്ട്. പക്ഷേങ്കിൽ നമ്മൾക്ക് അവിടെ വേണ്ടുന്ന എല്ലാ എക്യുപ്മെന്റുകളും ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. ഏത് പാർട്സിന് എന്ത് സംഭവിച്ചാലും പെട്ടെന്ന് നമുക്ക് ആക്ഷൻ എടുക്കാം. പക്ഷേങ്കിൽ ഈ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് അത് നടക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത് എന്ന് പുള്ളി ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടിയായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഡോക്ടറിന്റെ ക്ലിനിക്കിന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ വരാം. നേരം പറഞ്ഞ് പൈസയുടെ പ്രശ്നം, ഒത്തിരി പൈസ അവിടെ ചെലവാകും. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നേരം പറയും ഇവിടെ ഫോറിനേഴ്സ് എല്ലാം വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ആളിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ നിൽക്കും. പക്ഷേങ്കിൽ പൈസ ഞാൻ പറഞ്ഞത് ഇനി കോടിക്കണക്കിന് രൂപ ആയിക്കോട്ടെ, നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല, എന്നിട്ട് നമ്മൾ വിശ്വാസത്താലൊക്കെ പറയാം അതിന് കോടിക്കണക്കിന് രൂപ ആയിക്കോട്ടെ, എനിക്ക് എന്റെ മകനെ ജീവനോടെ കിട്ടണം. അപ്പൊ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യും, ശരി കൊണ്ടുവരാൻ. അപ്പൊ അവിടെ തന്നെ 13 ലക്ഷം രൂപ ആയി. ഇപ്പൊ കിടന്നെടുത്ത് ഈ 11 ദിവസം കണ്ടു. അങ്ങനെ അവിടുത്തെ ക്ലിയറൻസ് എല്ലാം ചെയ്തു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ പോയപ്പോഴും അവിടെ ഒരു അഡ്മിഷൻ തരണമെന്നുണ്ടെങ്കിൽ ഒരു 50,000 രൂപ അവിടെ കെട്ടിവെക്കണം. അപ്പൊ നമ്മുടെ കയ്യിൽ എന്റെ കയ്യിലായിട്ട് 2-3 രൂപ ഉണ്ട്. വേറെ ബാങ്കിലൊന്നും 5 പൈസയും ഇല്ല. ഈ 3000 രൂപയാണ് എന്റെ പോക്കറ്റ് ഇരിപ്പുണ്ട്. അപ്പം അവിടെ മറ്റേ ഡോക്ടർ ഞാൻ പറഞ്ഞല്ലേ, പരിചയമുള്ള ഡോക്ടർ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു പൈസ നാളെ ഞങ്ങൾ അഡ്വാൻസിന്റെ ഇത് ക്രമീകരണം ചെയ്യാം, അതുകൊണ്ട് പെട്ടെന്ന് അവനെ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറഞ്ഞു. നിങ്ങൾ പൈസയുടെ കാര്യം ചെയ്യേണ്ട, ഞാൻ എവിടെന്നെങ്കിലും പൈസ ഒപ്പിച്ച് തരാം, ട്രീറ്റ്മെന്റ് തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ അവർ പെട്ടെന്ന് തന്നെ കയറ്റി ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങി. അപ്പൊ എന്റെ മകൾ എന്ത് ചെയ്തു, അവിടെ ഒരു ഫ്രണ്ടിന് ഫോൺ ചെയ്തു, എന്റെ പറഞ്ഞ എനിക്കൊരു 50,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചു തരാൻ പറഞ്ഞു. അവര് പെട്ടെന്ന് തന്നെ 50,000 രൂപ അയച്ചു കൊടുത്തു. ഇവള് പെട്ടെന്ന് പോയിട്ട് അവിടെ ഓഫീസിൽ പോയി പൈസ 50,000 രൂപ അടച്ചിട്ട് ആ റെസിപ്റ്റും കൊണ്ടുവന്നിട്ട് അവനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ എടുത്തുകൊണ്ട് കൊടുത്തു. അങ്ങനെ ആ 50,000 രൂപയിൽ തുടങ്ങി അവിടെ 13 ലക്ഷം രൂപ കൊടുക്കുവാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായി. പക്ഷെങ്കിൽ ദൈവം എന്ത് ചെയ്തു, അടുത്ത ദിവസം പോലും എന്റെ അക്കൗണ്ടിലേക്ക് പലരിൽ കൂടി ചിലപ്പോൾ 5,000 ആയിരിക്കും, 2,000 ആയിരിക്കും, ചിലർ 10,000, 25,000, അങ്ങനെ പലരിൽ കൂടി അല്ലെങ്കിൽ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വരുക. എനിക്ക് പോലും അറിയത്തില്ല എവിടുന്ന് ഇവർക്ക് അക്കൗണ്ട് നമ്പർ കിട്ടി അല്ലെങ്കിൽ ഫോൺ നമ്പർ എവിടുന്ന് കിട്ടി, ഇതൊന്നും എനിക്കറിയത്തില്ല. ദൈവം ഓരോരുത്തരുടെ ഹൃദയത്തിൽ സംസാരിച്ചിട്ട് ഈ അക്കൗണ്ടിൽ പൈസ വരുവാനിടയായിട്ട് അങ്ങനെ അവിടുത്തെ ക്ലിയറൻസ് നടത്തിയിട്ട് അവിടെ നിന്ന് ജേസനെ വീണ്ടും ആംബുലൻസിൽ കയറ്റി ഓക്സിജനും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഈ ഡോക്ടർ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് നോക്കിയപ്പോഴത്തേക്ക് അവരുടെ മുഖഭാഗം കാണുമ്പോൾ നമുക്കറിയാമല്ലോ. ശരി, ഓക്കെ, പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റാൻ. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഡോക്ടർ അകത്ത് പോയിട്ട് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു അവനൊരു വിൽ പവർ ഉണ്ട്, അതിന്റെ ബേസിൽ ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഒരു താല്പര്യമുണ്ട്, ആ ഒരു പ്രത്യേക ഒരു കഴിവ് അവനിൽ ഞങ്ങൾ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ആത്മധൈര്യമുണ്ട്, രക്ഷപ്പെടുത്താൻ ഒക്കും എന്നുള്ളത്. അങ്ങനെ അവര് ട്രീറ്റ്മെന്റ് ചെയ്ത് അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞിട്ട് അവിടെ 2-3 ദിവസം ആയപ്പോഴത്തേക്ക് ആ ക്രിട്ടിക്കൽ എന്ന് പറയുന്ന സംഭവം മാറി. എന്ന് പറഞ്ഞാൽ ഇനി ഹോപ്പിന് വകയുണ്ടെന്നുള്ള കാര്യം നമുക്ക് കിട്ടുവാണ്ടിടയായി തീർന്നു. അങ്ങനെ അവിടെ ട്രീറ്റ്മെന്റ് തുടങ്ങി. എന്തിനു പറയുന്നു, ആ ട്രീറ്റ്മെന്റ് തുടങ്ങിയ ആ സമയത്തിന് അവിടെ അവർ ഡെയിലി എല്ലാ മരുന്നിനും കുറിച്ച് തരും. അപ്പൊ അത് മരുന്നിനെ കുറിച്ച് തരുമ്പോൾ തന്നെ ഞാൻ അക്കൗണ്ട് തുറന്നു നോക്കുന്നുണ്ട്, അതിനുള്ള സംഭവം അവിടെ വന്നിരിക്കും അക്കൗണ്ടിൽ. അപ്പൊ നാളത്തെ സർജറിക്ക് 1,80,000 രൂപ വേണം എന്ന് പറയുമ്പോൾ അവരോട് ഞാൻ പറയും, ഓക്കെ നിങ്ങളെല്ലാം തയ്യാറാക്കിക്കോളാൻ പറയും. ഞാനങ്ങ് പറയാം അവരോട്, തയ്യാറാക്കി ഞാൻ പൈസ അടച്ചേക്കാന്ന് പറഞ്ഞു, നാളെ രാവിലെ 8 മണിക്കാകും പൈസ അടച്ചേക്കാന്ന് അവരോടൊക്കെ പറയാം. പക്ഷേങ്കിൽ അന്ന് രാത്രി എന്റെ പാസ്റ്ററെ പൈസ അക്കൗണ്ടിൽ വന്നിരിക്കും. രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായി. പെട്ടെന്ന് തന്നെ പോയിട്ട് അവർക്ക് ചെക്ക് എഴുതി അവരുടെ ഹോസ്പിറ്റലിൽ കൊടുക്കും. അങ്ങനെയാണ് ട്രീറ്റ്മെന്റ് അവിടെ നടത്തുവാൻ 3 മാസം അവിടെ കിടന്നു. 3 മാസം അവിടെ കിടന്നു. 56 ലക്ഷം രൂപ അവിടെ നമുക്ക് ചെലവായി. ഓരോ ദിവസവും വേണ്ടുന്ന ട്രീറ്റ്മെന്റ് വേണ്ടുന്ന പൈസ എന്റെ അക്കൗണ്ടിൽ വന്നുകൊണ്ടേയിരുന്നു. ഈവൻ പാകിസ്ഥാനിൽ നിന്ന് വരെ അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് അവിടെ എന്റെ അക്കൗണ്ടിൽ അയക്കുവാൻ ഇടയായിട്ട്. അങ്ങനെയാണ് ജേസനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുവാൻ ഇടയായത്. ഹല്ലേലൂയ. 56 ലക്ഷം രൂപ
അവിടെ ചെലവാക്കി ദൈവം അവരെ ജീവനോടെ ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പുറത്ത് ഞങ്ങൾ ഒരു 1.5 മാസം വീണ്ടും താമസിക്കേണ്ടി വന്നു. കാരണം അല്ലെ അവിടുത്തെ ഫീസൊക്കെ വെച്ചിട്ട് കൂടുതൽ. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത്രയും പൈസ ആയില്ല, ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ ഒരു 1.5 മാസം കിടന്നു കഴിഞ്ഞാൽ വീണ്ടും അതുപോലുള്ള എമൗണ്ട് ആകും. അപ്പൊ അതുകൊണ്ട് അടുത്ത എവിടെയെങ്കിലും ഒരു വീടെടുക്കും, ഒരു ഫ്ലാറ്റോ എന്തെങ്കിലും ഒരു വീടെടുക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പിന്നെന്താ നമുക്ക് ഇതുണ്ടല്ലോ ക്ലീനിങ് ഒക്കെ ചെയ്യാൻ ഉള്ള ഇതുണ്ടല്ലോ, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് വന്നാൽ മതി. അപ്പൊ അതിന് വേണ്ടുന്ന പൈസയും അവരുടെ ആംബുലൻസ് ചാർജ് കൊടുത്താൽ മതി. അപ്പൊ കാരണം ഇവിടെ കിടന്നു കഴിഞ്ഞാൽ റൂമിന് തന്നെ 9,000 രൂപയാണ്. അതിന്റെ ആ 9,000 രൂപ റെന്റ് അനുസരിച്ചാണ് ബാക്കി എല്ലാ ചാർജും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 1 ലക്ഷത്തിന് താഴെയുള്ള പരിപാടി അവിടെ ഇല്ല. ഓരോ ബില്ല് വരുമ്പോഴും 1 ലക്ഷത്തിന് താഴെ ഇല്ല, 1 ലക്ഷത്തിന് മുകളിലുള്ള എമൗണ്ടേ ഉള്ളൂ. എന്നും അങ്ങനെയാണ്, 1 ലക്ഷത്തിന് താഴെയുള്ള എമൗണ്ടേ ഇല്ല. ചിലപ്പോൾ 2 ലക്ഷത്തിന് മുകളിലുള്ള എമൗണ്ട് ഉണ്ട്. കാരണം അന്ന് കൂടുതൽ പിന്നെ സാധനങ്ങൾ അവർക്ക് വേണ്ടി വരും. പിന്നെ അതിനിടയ്ക്ക് ഇതുപോലെ തന്നെ ഞങ്ങൾ മരുന്നൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചത്. കാരണം അവിടുന്ന് മരുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ 56 എന്നുള്ളത് അതിന്റെ ഡബിൾ ആയി. അത് ഞങ്ങൾക്ക് വേറൊരാൾ ഐഡിയ പറഞ്ഞു, വേറൊരു പാസ് ഞങ്ങളോട് ഐഡിയ പറഞ്ഞത്, നിങ്ങൾ മരുന്ന് വെളിയിൽ നിന്ന് വാങ്ങിക്കണം. കാരണം 3,600 രൂപയുടെ ഒരു ഇഞ്ചക്ഷന് വെളിയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചാൽ നമുക്ക് 900 രൂപയ്ക്ക് കിട്ടി. 3,600 രൂപയുടെ ഇഞ്ചക്ഷൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് അവർ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ വെളിയിൽ നിന്ന് 900 രൂപയ്ക്ക് കിട്ടി. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയുടെ ഇഞ്ചക്ഷനും മരുന്നുകളും ഞങ്ങൾ അങ്ങനെ വെളിയിൽ നിന്ന് അവർ, അപ്പൊ അതിന് അവരുടെ പെർമിഷൻ പ്രത്യേകം വേണം. അവരെ എല്ലാ ഹോസ്പിറ്റലുകാരും അങ്ങനെ പെർമിഷൻ കൊടുക്കത്തില്ല. പക്ഷെങ്കിൽ ആ പിന്നെ പാസ്റ്റർ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു, പാസ്റ്ററെ അവരോട് കമ്പൽസറി ആയിട്ട് പറയണം, നമ്മുടെ ഈ പൈസ ഇല്ലാത്തവരെ, നമ്മൾ പാവങ്ങളാ, ഇതുപോലെ സുവിശേഷകനാണ്, അതുകൊണ്ട് നിങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കും, കാരണം അല്ലാത്തവരെ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് സംസാരിച്ചു. അവിടെ ഒരു ആന്റി ഉണ്ടായിരുന്നു, ഷെർലി ആന്റി എന്നാണ്. ആ ആന്റി അവിടുത്തെ ഒരു ഹെഡാണ്, നഴ്സിന്റെ ഹെഡാ. അപ്പൊ ആ ആന്റിയോട് ഞങ്ങൾ സംസാരിച്ചു, ഇതുപോലെ ഞാനൊരു പാസ്റ്ററാണ്. അപ്പൊ ആന്റിക്ക് നമ്മളോട് ദയമൊക്കെ തോന്നി. അങ്ങനെ ഡിപ്പാർട്ട്മെന്റിനോട് അവരും സംസാരിച്ചു. അങ്ങനെയാണ് അവർക്ക് നമുക്ക് വെളിയിൽ നിന്ന് മരുന്ന് വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ നടന്നത്. പിന്നെ വീണ്ടും ഞങ്ങൾ വെളിയിൽ റൂം എടുത്തു, 1.5 മാസം അവിടെ കിടന്നു. 1.5 മാസം അവിടെ കിടന്നിട്ട് അതിൽ ഇടയ്ക്കിടയ്ക്ക് വരും വരുമ്പോ അങ്ങനെ പിന്നെ അവിടെ എക്സസൈസും കാര്യങ്ങളും ഒക്കെ തുടങ്ങി. പിന്നെ ഞങ്ങള് ഡോക്ടറെ കണ്ടിട്ട് 1.5 മാസം കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യിനി, നമുക്ക് വീട്ടിൽ പോകും, വീട്ടിൽ പോയിട്ട് ഇനി വരുന്നത് എന്റെ ക്ലിനിക്കിലോട്ട് വന്നാൽ മതി. കാരണം ക്ലിനിക്കിലാകുന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ കൊടുത്താൽ മതി പുള്ളിക്ക്. ഇവിടെ ഇപ്പൊ 3,000 5,000 ഒക്കെ ആവുന്നെങ്കിൽ പുള്ളിക്ക് ഒരു 2,000 രൂപയ്ക്കകത്ത് ആകത്തുള്ളൂ. അങ്ങനെ ഞങ്ങള് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവന്റെ കാല് എക്സസൈസ് ചെയ്യാനുള്ള ഒരു മെഷീൻ വാടകയ്ക്ക് ഞങ്ങൾ എടുത്തു. വാടകയ്ക്ക് എടുത്ത് വീട്ടിൽ തന്നെ എക്സസൈസ് ഒക്കെ ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയുടെ അടുത്ത് പോകും, ഇടയ്ക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അങ്ങനെയാണ് അതിൽ ആ 1.5 മാസവും കഴിഞ്ഞതിനും ശേഷവും പിന്നെ ഒരു 1.5-2 മാസത്തോളം വീണ്ടും ഞങ്ങൾ അതിന് വിട്ടു. അപ്പൊ കുറഞ്ഞ ഒരു 5 മാസത്തേക്ക് ആയപ്പോഴത്തേക്ക് അവന്റെ കാലിന്റെ ആ ക്ലിയറൻസ് ആകുവാണ്ട് നമ്മുടെയായി. അപ്പം മാംസങ്ങൾ ഒത്തിരി ഇപ്പോഴും ഇല്ല, എങ്കിലും ദൈവം അവനെ ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, ഫുട്ബോൾ കളിക്കുന്നുണ്ട്, 2 വീലർ ഓടിക്കുന്നുണ്ട്, 4 വീലർ ഓടിക്കുന്നുണ്ട്. ഇപ്പം ആക്സിഡന്റിന് ശേഷം പല സ്ഥലങ്ങളിൽ പോയി ആ VBS നടത്തുവാനിടയായി. അപ്പോൾ അതിനുശേഷം അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ചെയ്ത് അപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞു, ഈ എക്സസൈസ് എത്ര ചെയ്യുന്നു അത്രയും നല്ല. നീ ഓടണമെന്നുണ്ടെങ്കിൽ ഓടാം, വണ്ടി പിന്നെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാം, സൈക്കിൾ ചവിട്ടണമെന്നുണ്ടെങ്കിൽ സൈക്കിൾ ചവിട്ടാം. അപ്പൊ എല്ലാവരും പറയും, ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് ഉടനെ നീ ഇപ്പൊ കളിക്കാൻ പോകുന്ന ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഇതിന് എക്സസൈസ് വേണം. കാരണം ഇപ്പോഴും ഫുള്ള് മടങ്ങത്തില്ല, ചുവട് മടങ്ങാനുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇത് എത്ര എക്സസൈസ് ചെയ്തു അത്രയും മടങ്ങുവാനിടയായിത്തീരും. കാരണം ഇത് വീണ്ടും ഇനി ഒരു ഓപ്പറേഷൻ നടക്കത്തില്ല. കാരണം ഇപ്പുറത്തെ കാലിൽ നിന്നെടുത്ത് ഇപ്പുറത്ത് തൊലിയെല്ലാം വെച്ചേക്കാം. അപ്പൊ അത് ജബർദസ്തി ചെയ്ത് കഴിഞ്ഞാൽ ആ തൊലി വീണ്ടും മുറിയാനിടയായിത്തീരും. അപ്പൊ അതുകൊണ്ട് അതൊക്കത്തില്ല. അതുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും മസ്റ്റ് എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അവനെന്ത് ചെയ്യും, ഒരു നേരം അടങ്ങിയിരിക്കത്തില്ല. സൈക്കിൾ ചവിട്ടാണെങ്കിൽ സൈക്കിൾ, വണ്ടിയെങ്കിൽ വണ്ടി, 4 വീലർ ഇറങ്ങി 4 വീലർ എല്ലാം അങ്ങനെ ഓടിച്ച് അങ്ങനെ പോകാൻ ദൈവം സാഹചര്യങ്ങൾ ഒരുക്കി. അങ്ങനെ ഹോസ്പിറ്റലിലെ ആ കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്തു. നമുക്ക് ഒരു കടഭാരങ്ങളും ഇല്ലാതെ ദൈവം അതിന് വേണ്ടുന്ന വഴിയും വാതിലും തുറന്നു തന്ന് ഹല്ലേലൂയ. ഈവൻ ഹല്ലേലൂയ എല്ലാ സ്ഥലങ്ങളിലും ഔട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നെല്ലാം സമയാസമയങ്ങളിൽ ഒന്നിനെ പറ്റിയും എനിക്ക് ഭാരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ സ്വർഗത്തിലെ ദൈവം സമയാസമയങ്ങളിൽ ട്രീറ്റ്മെന്റ് വേണ്ടുന്ന പൈസ അക്കൗണ്ടിൽ എത്തിച്ചിരിക്കും. അങ്ങനെ സന്തോഷത്തോടെ അവനെ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് വീണ്ടും അവൻ ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുന്ന. അതിനുശേഷം നവംബർ മാസത്തിൽ അവന്റെ വിവാഹാലോചന വന്നു. ഞങ്ങള് ഇപ്പോഴേ വിവാഹമൊന്നും നടത്താനുള്ള കാരണം ഒരു ആഗ്രഹം ഇപ്പോഴേ ഇല്ല. കാരണം ഇപ്പൊ ഒരു ആക്സിഡന്റ് നടന്നിങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇപ്പൊ ഒരു 3-4 വർഷമെങ്കിലും കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, കാരണം ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. പക്ഷെങ്കിൽ ഇവന്റെ ഈ സാഹചര്യങ്ങളെല്ലാം അറിഞ്ഞ്, പിന്നെ ഈ ആക്സിഡന്റ് സംഭവിച്ചതും അവന്റെ കാലിന്റെ അസാന്നിധ്യം എന്തൊക്കെയാണെന്നുള്ളത് ഇതെല്ലാം അറിഞ്ഞിട്ട് ഒരു ആലോചന വന്നു. അപ്പൊ ആലോചന വന്നിട്ട് ഞങ്ങൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്നപോലെ അത് പറഞ്ഞ് ഞങ്ങൾ ഇതെല്ലാം അറിഞ്ഞ്, ഞങ്ങൾ ഇതെല്ലാം ഓൺലൈനിൽ കാണുന്നുണ്ട്, ഇതെല്ലാം അറിഞ്ഞ് ഞങ്ങൾക്ക് ജെയ്സനെ ഇഷ്ടമാ, ജെയ്സന്റെ സാക്ഷി ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന അറിഞ്ഞുകൊണ്ടാവുന്ന പിന്നെ നമ്മളെന്തിനാ നമ്മളായിട്ട് എന്തിനാ അതൊരു
തടസ്സമാകുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു. കല്യാണത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നവംബർ 20-ാം തീയതി അവന്റെ കല്യാണം വളരെ ഗംഭീരമായിട്ട് നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇന്ന് അവര് കുടുംബമായിട്ട് ബാംഗ്ലൂരിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വേലയിൽ മുന്നോട്ട് കൊണ്ട് നമ്മുടെ ഗിൽഗാൽ ഏജി എന്ന് പറഞ്ഞ ചർച്ചുണ്ട്. പാസ്റ്റർ ജസ്റ്റിൻ ആണ് അവിടുത്തെ പാസ്റ്റർ. ആ പാസ്റ്ററിന്റെ നേതൃത്വത്തിൽ അവിടെയും ശുശ്രൂഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ തന്റെ മക്കളെ എപ്രകാരമാണ് പോറ്റുന്നത് എന്നുള്ള കാര്യം എൻ്റെ ജീവിത മേഖലയിൽ കൂടി, എൻ്റെ ജീവിത അനുഭവങ്ങളിൽ കൂടി സുവിശേഷത്തിന് ഇറങ്ങിത്തിരിച്ചതിന്റെ പരിണിത ഫലമായിട്ടാണ് ഈ ഹെൽപ്പുകളെല്ലാം കിട്ടിയത്. ഞാനൊരു പാസ്റ്റർ ആയതുകൊണ്ടാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ദൈവമക്കൾ സഹായിച്ചു. അതേസമയം ഞാനൊരു സാധാ വിശ്വാസിയായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും സഹായങ്ങൾ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് കൊണ്ട് ദൈവം അതിന് കിട്ടുന്ന വഴികളെ ഒരുക്കി തന്നു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ദൈവമില്ലാത്തവനായിട്ട് ജീവിച്ചിരുന്നു എങ്കിൽ എന്റെ അവസ്ഥ എന്തായി തീരുമായിരുന്നു. എന്നാൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ ആ യേശുവിന് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് മുന്നോട്ട് പോയതിന്റെയും പരിണിത ഫലമായിട്ട് ദൈവം ഓരോരോ വഴികൾ തുറന്ന് ഇത്രത്തോളം ദൈവത്തിന്റെ വേലയിൽ മുന്നേറുവാനും അനേക ജീവിതങ്ങളെ ദൈവത്തിലേക്ക് ആദായപ്പെടുത്തുവാനും സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. അത് ദൈവത്തിന്റെ പ്രത്യേക കരുണയാണ്. ഞാൻ ഒരിക്കലും ചിന്തിച്ചതല്ല ഈ നിലകളിൽ കൂടിയൊക്കെ മുന്നോട്ട് പോകുവാൻ ഇടയായി തീരുമെന്ന്. ദൈവവചനം നമ്മോട് പ്രകാരം പറയുന്നു 139-ാം സങ്കീർത്തനം 16-ാം വാക്യത്തിൽ, നീ പിണ്ടാകാരമായിരുന്നപ്പോൾ ദൈവം നമ്മളെ കണ്ടു. ആ ഒരു പ്രോസസ്സാണ് സ്വർഗത്തിലെ ദൈവം എന്നിൽ കൂടി നിറവേറ്റിയത്. പ്രൈസ്. അങ്ങനെ ജെയ്സന്റെ ഹല്ലേലൂയ ആക്സിഡന്റിനോടുള്ള ബന്ധത്തിൽ ദൈവം വളരെ ഹല്ലേലൂയ ഞങ്ങളെ സഹായിക്കുവാൻ ഇടയായിത്തീർന്നു. അതോടൊപ്പം തന്നെ ഇത് ഹല്ലേലൂയ കേട്ടവരെല്ലാം, ഈ ആക്സിഡന്റ് കണ്ടവരെല്ലാം, പിന്നെ എന്റെ സാക്ഷ്യം കേട്ടവരെല്ലാം, നമ്മുടെ ഇന്ത്യയിലായാലും വിദേശത്തായാലും ഗൾഫ് കൺട്രികളിലായാലും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അനേക ദൈവമക്കളും അന്യജാതിക്കാരായിട്ടുള്ളവരും മർത്തോമക്കാരാകട്ടെ, യാക്കോബക്കാരായിട്ട്, കത്തോലിക്കക്കാരായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ളവരെല്ലാം നാനാജാതി മതസ്ഥർ, ഹിന്ദുക്കളായിക്കൊള്ളട്ടെ, സകലരും ഈ വിഷയം അറിഞ്ഞ സമയം മുതൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നോട് പല ഹിന്ദുക്കളും ഇങ്ങോട്ട് വിളിച്ചു പറയാൻ ഇടയായി തീർന്നു. അല്ലെങ്കിൽ കർത്താവിന്റെ ദാസൻ വിഷമിക്കേണ്ട, ഞങ്ങളെല്ലാം ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ദേശത്തിന് വേണ്ടിയത്. അങ്ങനെ വരെ ഞങ്ങളെ ഹല്ലേലൂയ സപ്പോർട്ട് ചെയ്ത ഹിന്ദു ഹല്ലേലൂയ സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട്. അവരോടും പ്രത്യേകം ഞങ്ങളുടെ ഈ ഹല്ലേലൂയ പരിസ്ഥിതിയിൽ ഞങ്ങളെ സഹായിച്ച, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ഞങ്ങൾക്ക് വേണ്ടി കൈനീട്ടിയ, അഥവാ ജെയ്സന്റെ ജീവന് വേണ്ടി പ്രയത്നിച്ച ദേശത്തും വിദേശത്തും അനേക ദൈവദാസന്മാരും ദൈവമക്കളും മറ്റ് പല ഇതര മതസ്ഥരായിരുന്ന പല സഹോദരന്മാരും മാതാപിതാക്കളും എല്ലാം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരോടെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതകാലം മൊത്തം കടപ്പെട്ടവരാണ്. നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഇത്തരുണത്തിൽ അറിയിക്കുന്നു. സ്വർഗം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാരോടും മാതാപിതാക്കന്മാരോടും കുഞ്ഞുങ്ങളോടും എനിക്ക് പറയാനുള്ളത്, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്വർഗത്തിലെ ദൈവം നമ്മെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല. ഈ ലോകത്തിൽ നമ്മൾക്ക് ജീവിക്കാനുള്ള സകല സാഹചര്യങ്ങളും ദൈവം സമയാസമയങ്ങളിൽ ചെയ്തു തരും. ഈ ഉലകം മൊത്തം സൃഷ്ടിച്ചവന് ഹല്ലേലൂയ കാക്കയെ പോറ്റുന്ന ദൈവം, ഇവൻ ഒരു ഉറുമ്പിനെ പോലും പോറ്റുന്ന ദൈവം തന്റെ ഭക്തനെ ഒരിക്കലും പോറ്റാതിരിക്കത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ജീവിത മേഖലകളിൽ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ലോകത്തിൽ മാത്രമല്ല, ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞ് നിത്യത എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് വേണ്ടി തമ്പുരാൻ വെച്ചിട്ടുണ്ട്, അഥവാ സ്വർഗം. ആ സ്വർഗത്തിൽ നമ്മെ കൈക്കൊള്ളുവാൻ ഇവിടെയായി തീരും. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഓരോ കുഞ്ഞുങ്ങളും മുന്നോട്ട് യാത്ര ചെയ്താൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടയായി തീരും. അതിനുവേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ ഭൂമിയിൽ സൃഷ്ടിച്ച് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തോടുള്ള കടപ്പാട് നമ്മൾ ഓരോ ദിവസവും നിറവേറ്റിയാൽ ദൈവം നമ്മയും ഒരിക്കലും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ദൈവത്തിന്റെ വചന ഇപ്രകാരമാണ് നമ്മൾ പറയുന്നത്, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിന്നോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ. ആ ദൈവം നമ്മെ ഒരിക്കലും കൈവിടത്തില്ല. ലോകം മൊത്തം കൈവിട്ടാലും, ആ ഡോക്ടേഴ്സ് കൈവിട്ടാലും, ശാസ്ത്രം നമ്മെ കൈവിട്ടാലും ദൈവം നമ്മെ കൈവിടത്തില്ല എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടി, എൻ്റെ മകന്റെ അനുഭവത്തിൽ കൂടി രുചിച്ചറിഞ്ഞതാണ്. ആ അനുഭവം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിത മേഖലകളിൽ ഉണ്ടാകട്ടെ. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ എല്ലാവരും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. പ്രത്യേകാൽ അരോമ ടിവിയോടും പാസ്റ്റർ ഡാനിയൽ ജോണിനോടും തന്റെ കുടുംബത്തോടുമുള്ള നന്ദിയെ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഞാൻ ഒരു വാക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, എന്റെ സാക്ഷ്യങ്ങളെ കേട്ട
ജീവിതങ്ങളെല്ലാം ദൈവാകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിത മേഖലകളിൽ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ സ്വർഗം എന്നെ കേൾക്കുന്ന സകലരുടെയും ജീവിത മേഖലകളിൽ അങ്ങയുടെ കരം ഓരോരുത്തരുടെ മേലും നീട്ടി അത്ഭുത വിഷയമായി തീരുവാൻ എല്ലാവരെയും കർത്താവ് സഹായിച്ചു കൊള്ളുമാറാകണം. സന്തോഷത്തോടെ സമാധാനത്തോടെ ഓരോ ദിവസവും മുന്നേറുവാൻ സ്വർഗമേ അങ്ങ് എല്ലാവരെയും സഹായിക്കണം. ആരെങ്കിലും രോഗങ്ങളാൽ, ദുഃഖങ്ങളാൽ, ഭാരങ്ങളാൽ സന്തോഷമില്ലാതെ സമാധാനമില്ലാതായിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്റെ ഭക്തനെ പോറ്റുന്ന ഒരു ദൈവമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവമെന്ന് അനുഭവിച്ചറിയുവാൻ കൊണ്ട് സ്വർഗമേ അങ്ങ് സഹായിക്കുമാറാകണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ വാഗ്ദത്ത വചനം ഓരോ ഹൃദയങ്ങളിലും വെളിപ്പെടുവാണ്ട് ഗുണം സ്വർഗമേ അങ്ങ് സഹായിച്ചു കൊള്ളുമാറാകണം. ആ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ സ്വർഗം എല്ലാവരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഓരോ ജീവിതങ്ങളോടും കൃത്യമായിട്ട് ഇടപെടാൻ പോകുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ യാചിക്കുന്നു. ദയതോന്നി പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. താങ്ക് യു ജീസസ്. വീണ്ടും വരാൻ ടിവിയോടുള്ള നന്ദിയെ അറിയിക്കുന്നതെയും സഹായിക്കും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. താങ്ക് യു. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോസ്മോൻ സി അവറുകൾ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. കർത്തൃദാസൻ കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്ന ജീവിതാനുഭവങ്ങളും അതിനുശേഷം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായ ഉയർച്ച താഴ്ചകളെ കുറിച്ചും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ചും ദൈവീയ വിടുതലുകളെ കുറിച്ചും ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ കർത്താവ് കൃപ ചെയ്തു. ശുശ്രൂഷ മുഖത്ത് ദൈവം കൂടെ ഇരുന്ന നല്ല അനുഭവങ്ങളുടെ ഓർമ്മകള്, കടന്നുപോയ ഒരുപാട് ജീവിതത്തിലെ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. 2023 പ്രിയ മകൻ ജെയ്സന്റെ ജീവിതത്തിൽ നേരിട്ടതായ മരണകരമായ അപകടത്തെക്കുറിച്ചും അനന്തരം അവന്റെ ജീവിതത്തിൽ ഉണ്ടായ ദൈവിക വിടുതലുകളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാന് കർത്താവ് സഹായിച്ചു. പ്രിയ ജെയ്സൺ ചില നാളുകൾക്ക് മുൻപ് അരോമ TVയില് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും പ്രിയ ജെയ്സൺ സാക്ഷ്യം പറയുവാൻ ഇടയായി. അത് ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് അത് അനുഗ്രഹമായി തീർന്നു. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. പ്രിയ ജെയ്സൺ ആയിരിക്കുന്നിടത്ത് കർത്താവ് പൈതലിനെ സഹായിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി ദൈവം പ്രയോജനപ്പെടുത്തട്ടെ. അവരുടെ കുടുംബജീവിതത്തെ ദൈവം ധന്യമാക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്തൃദാസിനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആ പ്രതിസന്ധിയുടെ സമയങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യവും സംരക്ഷണയും ദൈവദൂതന്മാരുടെ കാവലും സൂക്ഷിപ്പും പരിപാലനവും അതുപോലെ മാനുഷികമായ പരിഗണനകളും പല മേഖലകളിൽ നിന്നും ലഭിച്ചതും അതൊക്കെ ദൈവത്തിന്റെ നാമമഹത്വത്തിനും പ്രിയ പൈതലിന്റെ സൗഖ്യത്തിനും അവന്റെ വിടുതലിനും മുഖാന്തരമായി തീർന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. പിന്നെയും കർത്താവ് ആ കുടുംബത്തെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിന്നില് ചെറുതോ വലുതോ കരങ്ങൾ നീട്ടിയ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി പ്രതിഫലം തന്ന് അനുഗ്രഹിക്കട്ടെ എന്നും ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം സാക്ഷ്യം പങ്കുവച്ച കർത്തൃദാസിനെയും കുടുംബത്തെയും കർത്താവ് പിന്നെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, നിലകൊള്ളുവാൻ, കർത്തൃവേലയിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ.
അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com